2022 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഖത്തറിലാണ് കേട്ടോ. 2022 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി എവിടെയായിരുന്നു? ഖത്തറിലായിരുന്നു. ജയിച്ചിട്ടുള്ളത് ആരാ? അർജന്റീനയാണ് അല്ലെ. റണ്ണേഴ്സ് അപ്പ് വന്നിട്ടുള്ളത് ഫ്രാൻസ് ആണ്. തേർഡ് പ്ലേസിൽ വന്നിട്ടുള്ളത് ക്രൊയേഷ്യ ആണ്. 4ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് മൊറോക്കോ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു കോഡ് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് KFC ഇല്ലേ, KFC ചിക്കൻ ഒക്കെ നമ്മൾ പറയില്ലേ, ആ KFCക്ക് പകരം നമുക്ക് AFC എന്ന് ആലോചിക്കാം. KFC എന്നൊക്കെ പറഞ്ഞ പോലെ AFC. അതായത് ജയിച്ചിട്ടുള്ളത് അർജന്റീന, സെക്കൻഡ് പ്ലേസ് ഫ്രാൻസ്, തേർഡ് പ്ലേസ് സി വെച്ചിട്ട് ക്രൊയേഷ്യ. അപ്പൊ ഈ KFC ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? നമുക്ക് ഇനിയും വേണമെന്ന് പറയും അല്ലെ, മോർ എന്ന് പറയും. അപ്പൊ മോർ വെച്ചിട്ടാണ് നമ്മുടെ 4ാം സ്ഥാനത്തായിട്ടുള്ള മൊറോക്കോ. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ AFC മോർ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ KFC ഒക്കെ നമ്മൾ കത്തിച്ചിട്ടൊക്കെയാണ് കഴിക്കണേ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ഖത്തറുമായിട്ട് കണക്ട് ചെയ്യാം. കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഇപ്പൊ തന്നെ നോക്കിയായല്ലോ. ഇനി ശ്രദ്ധിക്കുക, 2022 ഫിഫ വേൾഡ് കപ്പ് 22ാമത്തെ വേൾഡ് കപ്പ് ആണ് കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാമല്ലോ. 2022 അല്ല, അപ്പൊ 2022 ഫിഫ വേൾഡ് കപ്പ് 22ാമത്തെ വേൾഡ് കപ്പ് ആയിരുന്നു. ഇനി അതിന്റെ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 20 നവംബർ ടു 18 ഡിസംബർ ആയിരുന്നു ഈ വേൾഡ് കപ്പ് നടന്നിരുന്നത്. ഡേറ്റ് എങ്ങനെയാണ്? 20 നവംബർ ടു 18 ഡിസംബർ 2022. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം അല്ലെ. നമുക്കറിയാം വേൾഡ് കപ്പ് ഓരോ 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. അപ്പൊ 2022 ഇപ്പൊ നടന്നത്. അപ്പൊ അതിന് മുമ്പ് എപ്പോഴായിരിക്കും നടന്നിട്ടുണ്ടാവുക? 4 വർഷം മുമ്പ് അല്ലെ. അപ്പൊ 2018 നടന്നത് അല്ലെ. ഈ 2018 ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേ. അപ്പൊ എത്ര കിട്ടി? 20ഉം 18ഉം കിട്ടിയില്ലേ. അങ്ങനെ 20 നവംബർ ടു 18 ഡിസംബർ. അപ്പൊ ഇത് ലാസ്റ്റ് വർഷമാണല്ലോ. അങ്ങനെ ലാസ്റ്റ് വെച്ചിട്ടുള്ള മാസം കൂടെ ഓർത്താൽ മതി അല്ലെ. നമ്മുടെ ഒരു വർഷത്തിലെ ലാസ്റ്റ് വരുന്ന 2 മാസങ്ങളല്ലേ, നവംബറും ഡിസംബറും. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇതിന് മുമ്പ് നടന്നിട്ടുള്ള വേൾഡ് കപ്പ് 2018 ആ 20ഉം 18ഉം ഇവിടെ ഓർത്താൽ മതി. അപ്പൊ 20ഉം 18ഉം കിട്ടി. പിന്നെ ലാസ്റ്റ് 2 മാസം നവംബറും ഡിസംബറും. അപ്പൊ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചേക്കണേ. അടുത്ത നോക്കുക, ടോട്ടൽ 32 ടീംസ് ഉണ്ടായി. മൊത്തം 32 ടീമുകളാണ് വേൾഡ് കപ്പ് കളിച്ചിരുന്നത് കേട്ടോ. എത്രയാണ്? 32 ടീംസ്. നമ്മുടെ പല്ലിന്റെ എണ്ണൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. 32 ടീംസ് ആണ്. ഇനി ശ്രദ്ധിക്കുക, ഫസ്റ്റ് മാച്ച് ആരൊക്കെ തമ്മിലായിരുന്നു? ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു കേട്ടോ. ഫസ്റ്റ് മാച്ച് ആരൊക്കെ തമ്മിലായിരുന്നു? ഖത്തറും ഇക്വഡോറും. അത് എവിടെ നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അൽ ബെയ്ത്ത് സ്റ്റേഡിയം ആണ്. എവിടെയാണ്? അൽ ബെയ്ത്ത് സ്റ്റേഡിയം. ഫസ്റ്റ് മാച്ച് അല്ലേ. ഫസ്റ്റ് മാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആൽഫബറ്റ്സ് ഏതൊക്കെയാ വരണേ? എയും ബിയും വരും അല്ലെ. അപ്പൊ എയും ബിയും ഉള്ള സ്റ്റേഡിയം കേട്ടോ, അൽ ബെയ്ത്ത് സ്റ്റേഡിയം. ഓർക്കാലോ. ഇനി ലാസ്റ്റ് മാച്ച്, അതായത് നമ്മുടെ ഫൈനൽസ് നടന്നിട്ടുള്ള സ്റ്റേഡിയം ചോദിക്കുകയാണെങ്കിൽ ലുസൈൽ സ്റ്റേഡിയം ആണ്. എവിടെയാണ്? ലുസൈൽ സ്റ്റേഡിയം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഫൈനൽസ് ഒക്കെ കണ്ട എല്ലാവർക്കും അറിയായിരിക്കും, ഭയങ്കര എന്താ പറയാ ടൈറ്റ് മാച്ച് ആയിരുന്നു അല്ലെ. ആര് വേണമെങ്കിലും തോക്കാം ജയിക്കാം എന്നുള്ളൊരു മാച്ച് ആയിരുന്നു. അപ്പൊ ആര് ലൂസ് ചെയ്യും എന്നൊക്കെ ഒരു ടെൻഷനിലായിരിക്കും അല്ലെ. അങ്ങനെ നമുക്ക് ലൂസ് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാലോ. ലുസൈൽ സ്റ്റേഡിയം കേട്ടോ. അപ്പൊ ഫൈനൽ നടന്നിട്ടുള്ള സ്റ്റേഡിയം ഏതാണ്? ലുസൈൽ സ്റ്റേഡിയം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 20 നവംബർ ടു 18 ഡിസംബർ ആണ് ഈ ലാസ്റ്റ് ദിവസം. അതായത് 18 ഡിസംബർ 2022 ആണ് ഖത്തറിന്റെ നാഷണൽ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതും കൂടെ ഒന്ന് പഠിക്കുക കേട്ടോ. 18 ഡിസംബർ 2022 ആണ് ഖത്തറിന്റെ നാഷണൽ ഡേ. അപ്പൊ ഇത്ര ഒക്കെയാണല്ലോ. ഫസ്റ്റ് മാച്ച് നടന്നിട്ടുള്ള എവിടെയാ? അൽ ബെയ്ത്ത് സ്റ്റേഡിയം അല്ലെ. ഫൈനൽ മാച്ച് നടന്നിട്ടുള്ള എവിടെയാ? ലുസൈൽ സ്റ്റേഡിയം. ആ ഡേറ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്ന 20 നവംബർ ടു 18 ഡിസംബർ. മൊത്തം 32 ടീംസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ബെസ്റ്റ് പ്ലെയർ ആണ് കേട്ടോ. ബെസ്റ്റ് പ്ലെയറിനാണ് ഈ ഗോൾഡൻ ബോള്, സിൽവർ ബോള്, ബ്രോൺസ് ബോൾ ഒക്കെ കിട്ടുക. ഈ ബോളൊക്കെ കിട്ടുന്ന ബെസ്റ്റ് പ്ലെയറിനാണ്. അപ്പൊ അതിനകത്തെ ഗോൾഡൻ ബോൾ കിട്ടിയിട്ടുള്ളത് ലയണൽ മെസ്സിക്കാണ്. ആർക്കാണ്? ലയണൽ മെസ്സിക്കാണ്. സിൽവർ ബോൾ കിട്ടിയിട്ടുള്ളത് കൈലിയൻ എംബാപ്പയ്ക്കാണ് കേട്ടോ. എംബാപ്പയ്ക്കാണ് സിൽവർ ബോൾ കിട്ടിയിട്ടുള്ളത്. ബ്രോൺസ് ബോൾ കിട്ടിയിട്ടുള്ളത് ലൂക്ക മോഡ്രിച്ചിനാണ്. ആർക്കാണ്? ലൂക്ക മോഡ്രിച്ച്, ക്രൊയേഷ്യക്കാരനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. എപ്പോഴും ഓർത്ത് വെക്കുക, ഫസ്റ്റും സെക്കൻഡും ആയിരിക്കും നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നത്. ഒന്നല്ലെങ്കിൽ മെസ്സി അല്ലെങ്കിൽ എംബാപ്പെ. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക, ഈ ബോൾ എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ ഗോൾഡൻ ബോളൊക്കെ നമ്മൾ മിസ് ചെയ്യരുതെന്ന് ആലോചിക്കുക. ബോൾ നമ്മൾ ഫുട്ബോളിലൊക്കെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ബോൾ വരാണെങ്കിലാണ് മിസ് വെച്ചിട്ടുള്ള മെസ്സി ആലോചിക്കുക കേട്ടോ. ഗോൾഡൻ ബോൾ ആർക്ക് കിട്ടിയിട്ടില്ല? ലയണൽ മെസ്സി. സിൽവർ ബോൾ കിട്ടിയിട്ടുള്ളത് എംബാപ്പയ്ക്കാണ്, കൈലിയൻ എംബാപ്പെ. ബ്രോൺസ് ബോൾ കിട്ടിയിട്ടുള്ളത് ആർക്കാ? ലൂക്ക മോഡ്രിച്ചിനാണ് അല്ലെ. ബ്രോൺസ് ബോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതിന് വലിയ ലുക്കൊന്നും ഇല്ലാന്ന് അല്ലെ. അപ്പൊ അങ്ങനെ ലൂക്ക മോഡ്രിച്ച് എന്നുള്ള രീതിയിൽ ആലോചിക്കട്ടെ. ലുക്ക് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം. ബ്രോൺസ് ബോളിന് വലിയ ലുക്ക് ഇല്ല എന്നൊക്കെ ആയിരിക്കും നമ്മുടെ വിചാരം. അപ്പൊ ലൂക്ക മോഡ്രിച്ച് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഫസ്റ്റും സെക്കൻഡും മാറിപ്പോരുത്. ആ ഗോൾഡൻ ബോൾ മിസ് ചെയ്യരുന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ.
ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് ഗോൾ സ്കോറർ നോക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംബാപ്പയും മെസ്സിയും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല അല്ലെ. അപ്പൊ ഇതിൽ പഠിച്ചു വെച്ചേക്കുക, ഗോൾഡൻ ബോൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെസ്സി, സെക്കൻഡ് എംബാപ്പെ. ഇനി ഗോൾഡൻ ബൂട്ട്, ടോപ്പ് ഗോൾ സ്കോററിന് കൊടുക്കുന്നതാണ് ഈ ബൂട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഗോൾഡൻ ബൂട്ട്, സിൽവർ ബൂട്ട്, ബ്രോൺസ് ബൂട്ട്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് എംബാപ്പയാണ്. അപ്പൊ ഇത് മാറിപ്പോകാണ്ട് നോക്കുക. ഗോൾഡൻ ബോൾ ആണെങ്കിൽ മെസ്സി, ഗോൾഡൻ ബൂട്ട് ആണെങ്കിൽ എംബാപ്പെ. പിന്നെ അവിടെ സിൽവർ വരുന്ന ആർക്കാ? മെസ്സിക്കാണ്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ, എംബാപ്പെ. പിന്നെ സിൽവർ ബൂട്ട് വരുന്നത് മെസ്സിക്കാണ്. പിന്നെ ബ്രോൺസ് ബൂട്ട് വരുന്നത് ഒലിവിയർ ജിറോഡിനാണ്. ആർക്കാണ്? ഒലിവിയർ ജിറോഡ്. ഓക്കെ, അപ്പൊ ബ്രോൺസ് എന്ന് പറയുമ്പോൾ ഈ ബൂട്ടൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഈ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്നത്, ഗ്രൗണ്ട്. അതുപോലെ തന്നെ ജിറൗഡ്, ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ജിറൗഡ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ഓക്കെയാണല്ലോ. അപ്പം ഗോൾഡൻ ബോൾ മിസ് ചെയ്യരുത്, മെസ്സി ആലോചിക്കുക. പിന്നെ എംബാപ്പെ. പിന്നെ ഏതാ? ബോൾ ബ്രോൺസ് ബോൾ ആണ്, എന്നാലും അതിന് ഭയങ്കര ലുക്കാണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യുക, ലുക്കാണ് കേട്ടോ. പിന്നെ ടോപ്പ് ഗോൾ സ്കോററിനകത്ത് ഗോൾഡൻ ബൂട്ട് നേരെ തിരിച്ചല്ലേ, എംബാപ്പയും പിന്നെ സെക്കൻഡ് മെസ്സി വന്നിട്ടുള്ളത്. ബ്രോൺസ് ബൂട്ടാണ്, ബൂട്ട് നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ. അപ്പൊ ജിറൗഡ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അതേപോലെ തന്നെ എംബാപ്പെ മൊത്തം 8 ഗോൾസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള വേൾഡ് കപ്പിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം, ബെസ്റ്റ് ഗോൾ കീപ്പർ. അതിന് കിട്ടുന്നതാണ് ഗോൾഡൻ ഗ്ലൗ കിട്ടുന്നത് കേട്ടോ. ഗോൾഡൻ ഗ്ലൗ കിട്ടുന്നത് ബെസ്റ്റ് ഗോൾ കീപ്പറിനാണ്. ആർക്ക് കിട്ടിയിട്ടില്ലേ? എമിലിയാനോ മാർട്ടീനസിനാണ് കിട്ടിയിട്ടില്ല. ആർക്ക് കിട്ടിയിട്ടില്ലേ? എമിലിയാനോ മാർട്ടീനസ്, അർജന്റീനക്കാരനാണ്. അപ്പൊ നമുക്കൊന്ന് ആലോചിക്കാം, ഈ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോണ്ടല്ലോ, ഗോളി എന്ത് വന്നു കഴിഞ്ഞാലും അവിടെ നിന്ന് മാറാൻ പാടില്ല അല്ലെ, ഗോൾ പോസ്റ്റിൽ നിന്ന് മാറാൻ പാടില്ല എന്ന് ആലോചിക്കാം. അപ്പൊ അങ്ങനെ മാർട്ടീനസ് ഗോളി മാറാൻ പാടില്ല, മാർട്ടീനസ്. ഓക്കെ, എത്ര അർജന്റ് ആണെങ്കിലും ഗോളി മാറാൻ പാടില്ല. അങ്ങനെ നമുക്ക് അർജന്റീനക്കാരനാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അടുത്ത് നോക്കാം, ഫിഫ യങ് പ്ലെയർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എൻസോ ഫെർണാണ്ടസ് ആണ് കേട്ടോ. എൻസോ ഫെർണാണ്ടസ് അർജന്റീനക്കാരനാണ്. ഫിഫ യങ് പ്ലെയർ, യങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. ഫെർണാണ്ടസ് ഫ്രണ്ട്, യങ് ആയിട്ടുള്ള ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് ഫിഫ ഫെയർ പ്ലേ ട്രോഫി കിട്ടിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനാണ് കേട്ടോ. ഫിഫ ഫെയർ പ്ലേ ട്രോഫി കിട്ടിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനാണ്. ഓക്കെ, അപ്പം ഫെയർ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമുക്കൊരു ഫെയർ നടന്നു എന്നൊക്കെ ആലോചിക്കുക, ഒരു എന്താ പറയുക, ഒരു എക്സിബിഷൻ പോലെയൊക്കെ. എക്സിബിഷനൊക്കെ നടക്കുന്ന ഒരു ലാൻഡിലല്ലേ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം, ഫിഫ ഫെയർ പ്ലേ ട്രോഫി കിട്ടിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനാണ് കേട്ടോ. ഇംഗ്ലണ്ട് ഒരു ലാൻഡിലാണ് ഫെയർ നടന്നെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇനി അടുത്ത മാൻ ഓഫ് ദി മാച്ച് ആണ് ഫൈനലിലെ. അതിന് കൊടുക്കുന്നതാണ് ബുഡ്വേസിയ പ്ലെയർ ഓഫ് ദി മാച്ച്. ലയണൽ മെസ്സിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ, ലയണൽ മെസ്സി. അടുത്ത് നോക്കാം, ഈ ലോകകപ്പിലെ ഫുട്ബോൾ പന്തിന്റെ പേരെന്താണ്? അൽ റിഹ്ലയാണ്. ഓക്കെ, ഈ ലോകകപ്പിലെ ഫുട്ബോൾ പന്തിന്റെ പേരെന്താണ്? അൽ റിഹ്ല. അൽ റിഹ്ലയുടെ മീനിങ് എന്താ? യാത്ര എന്നാണ് കേട്ടോ. ദ ജേർണി അല്ലെങ്കിൽ യാത്ര എന്നുള്ള മീനിങ് ആണ് അൽ റിഹ്ല. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് ഭാഗ്യ ചിഹ്നം ചോദിക്കുകയാണെങ്കിൽ ല ഈബ് ആണ് കേട്ടോ. ല ഈബ് എന്നാണ് ഭാഗ്യ ചിഹ്നം. കണ്ടോ, ല ഈബ്. അപ്പൊ ല ഈബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രതിഭാധനനായിട്ടുള്ള കളിക്കാരൻ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഫൈനൽ മാച്ചിന്റെ ബോളിന്റെ പേര് അൽ ഹിൽം എന്നാണ്. അതിന്റെ മീനിങ് ദ ഡ്രീം, സ്വപ്നം എന്നുള്ള മീനിങ് ആണ്. ഫൈനൽ മാച്ച് അല്ലേ, അപ്പൊ ഫൈനൽ മാച്ച് ജയിക്കുക എന്നുള്ള എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കില്ലേ അല്ലെ. അവന്റെ സ്വപ്നമാണെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ ഹി എന്നുള്ള രീതിയിൽ ഹിൽമാണ് കേട്ടോ, അവന്റെ സ്വപ്നമാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പൊ അൽ ഹിൽമിന്റെ മീനിങ് ആണ് സ്വപ്നം അല്ലെങ്കിൽ ദ ഡ്രീം. അതേസമയം അൽ റിഹ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര അല്ലെങ്കിൽ ദ ജേർണിയാണ്. ല ഈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഭാധനനായിട്ടുള്ള കളിക്കാരൻ. അപ്പൊ ഇതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം, ഏഷ്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഫുട്ബോൾ ലോകകപ്പാണ് ഖത്തറിൽ കേട്ടോ. അപ്പൊ ഏഷ്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഫുട്ബോൾ ലോകകപ്പാണ് ഖത്തറിൽ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എവിടെയായിരിക്കും നടന്നുണ്ടാവുക? ഏഷ്യയിൽ നടന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പിന് വേദിയായിട്ടുള്ളത് സൗത്ത് കൊറിയയും അതുപോലെ തന്നെ ജപ്പാനും ആണ് കേട്ടോ. അപ്പൊ സൗത്ത് കൊറിയയിലും ജപ്പാനിലും ആയിരുന്നു ആദ്യമായിട്ട് ഏഷ്യയിൽ നടന്നുള്ള ആദ്യ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി. എവിടേക്കാണ്? സൗത്ത് കൊറിയയും ജപ്പാൻ. 2002 കേട്ടോ. എന്നിട്ട് 2022 രണ്ടാമത്തെ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. ഏഷ്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. അതെവിടെയാ? അത് ഖത്തർ. തെറ്റില്ലല്ലോ. അപ്പൊ 2002 പിന്നെ ഏഷ്യയിൽ നടന്നിട്ടുള്ള രണ്ടാമത്തെ ഫുട്ബോൾ ലോകകപ്പാണ് 2022 നടന്നിട്ടുള്ളത്. എവിടെയാണ്? ഖത്തറിൽ അല്ലെ. ഇനി അടുത്ത് നോക്കാം, അറബ് ലോകത്ത് നടക്കുന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പ് 2022 ഫിഫ ലോകകപ്പാണ്. അപ്പൊ അറബ് ലോകത്ത് നടക്കുന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പ് 2022 ഫിഫ ലോകകപ്പ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രസ്താവനയായിട്ടുള്ള ചോദ്യങ്ങൾ വരാം. അപ്പൊ തെറ്റിക്കാണ്ട് കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഇത് നോക്കുക, 8 സ്റ്റേഡിയങ്ങളിലായിട്ട് 32 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ഓക്കെ, 8. അപ്പൊ നമ്മൾ നമ്മുടെ ലോകകപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ ഫോട്ടോയിൽ കണ്ടു അല്ലെ. അപ്പൊ 8 സ്റ്റേഡിയം എന്ന് കാണിക്കാൻ അവിടെ 8 കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 8 സ്റ്റേഡിയങ്ങളിലായിട്ട് 32 രാജ്യങ്ങളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്.
ഔദ്യോഗിക ഗാനം ഏതാ? ഹയ്യ ഹയ്യ എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. സെമി ഫൈനലിൽ യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ആഫ്രിക്കൻ രാജ്യം ചോദിക്കുകയാണെങ്കിൽ മൊറോക്കോ ആണ്. ഏത് രാജ്യമാണ്? മൊറോക്കോ. മൊറോക്കോയുടെ സ്ഥാനം എത്രയായിരുന്നു ഈ 2022 ഫിഫ വേൾഡ് കപ്പിൽ? 4ാം സ്ഥാനം അല്ലെ. നമ്മൾ പറഞ്ഞു AFC മോർ എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ മൊറോക്കോ. അപ്പം സെമി ഫൈനലിൽ യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൊറോക്കോ ആണെന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്ത പോയിന്റ് നോക്കാം. 5 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് കേട്ടോ. 5 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇനി ഫൈനൽ മത്സരത്തിൽ ട്രോഫി അനാച്ഛാദനം ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാ? ഐക്കർ കസിലാസും അതുപോലെ തന്നെ ദീപിക പദുക്കോൺ. ഓക്കെ, ഐക്കർ കസിലാസും അതുപോലെ തന്നെ ദീപിക പദുക്കോൺ. ഓക്കെ, ഫൈനൽ മത്സരത്തിൽ ട്രോഫി അനാച്ഛാദനം ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഐക്കർ കസിലാസും ദീപിക പദുക്കോൺ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അർജന്റീന ലോകകപ്പ് നേടിയിട്ടുള്ള വർഷങ്ങൾ. 3 തവണയാണ് അർജന്റീനയ്ക്ക് ലോകകപ്പ് കിട്ടിയിട്ടുള്ളത്. ഏതൊക്കെ വർഷങ്ങളാണ്? 1978, 78, പിന്നെ 86, പിന്നെ 2022. ഏതൊക്കെയാണ് വർഷങ്ങൾ? 2022, 1986, 86ഉം 78ഉം. കേട്ടോ, തെറ്റിക്കരുത്, പഠിച്ചു വെച്ചേക്കണം. 3 തവണയാണ് കിട്ടിയിട്ടുള്ള 1978, 1986, 2022. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ലയണൽ മെസ്സി ആണ് കേട്ടോ. 26 തവണയാണ് കളിച്ചിട്ടുള്ളത് കേട്ടോ. ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ലയണൽ മെസ്സി ആണ് കേട്ടോ. അർജന്റീനയുടെ പരിശീലകൻ ആരാണ്? ലയണൽ സ്കലോണി ആണ്. ഓക്കെ, അപ്പൊ അർജന്റീനയുടെ മെയിൻ താരമാണല്ലോ ലയണൽ മെസ്സി. അതേപോലെ തന്നെ ലയണൽ തന്നെ വെച്ചിട്ടുള്ള പരിശീലകനാണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. ലയണൽ സ്കെലോണി. ഫൈനൽ മത്സരം നിയന്ത്രിച്ചിട്ടുള്ള റെഫറി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സീമോൻ മാർ സീനിയാക്ക് ആണ് കേട്ടോ. ആരാണ്? സീമോൻ മാർ സീനിയാക്ക്. ഫൈനൽ മത്സരമാണ് അല്ലെ. അപ്പൊ ഫൈനൽ മത്സരം ആകുമ്പോൾ കുറെ ഇങ്ങനെ സീനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ മാറി നിൽക്കൂ, സീനൊന്നും ഉണ്ടാക്കാണ്ട് മാറി നിൽക്കൂ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. മാർ സീനിയാക്ക് കേട്ടോ, മാർ സീനിയാക്ക്, സീമോൻ മാർ സീനിയാക്ക്. അടുത്ത പോയിന്റ് നോക്കാം. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുരുഷ ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ചിട്ടുള്ള വനിതാ റെഫറി ആരാണ്? സ്റ്റെഫാനി ഫ്രപ്പാർട്ട് ആണ് കേട്ടോ. ആരാണ്? സ്റ്റെഫാനി ഫ്രപ്പാർട്ട്. ഏത് രാജ്യക്കാരെയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രാൻസ് ആണ്. അപ്പൊ ഫ്രപ്പാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഫ്രാ വരുന്നുണ്ടല്ലോ, ഫ്രാൻസ് ആണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെഫാനി ഫ്രപ്പാർട്ടുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുരുഷ ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ചിട്ടുള്ള വനിതാ റെഫറിയാണ് അല്ലെ, വനിതാ റെഫറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായി എന്ന് ആലോചിക്കട്ടോ. ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, വനിതാ റെഫറി ആണല്ലോ, അപ്പൊ ഫാൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ആലോചിക്കാം. സ്റ്റെഫാനി ഫ്രപ്പാർട്ട്, ഫ്രാ വെച്ചിട്ട് തന്നെ ഫ്രാൻസുകാരിയാണ്. ഇനി അടുത്ത് നോക്കിയേ, ഫിഫയുടെ ആസ്ഥാനം എവിടെയാ? സൂറിച്ചിലാണ്. ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചിലാണ്. എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്തിട്ടുള്ള രാജ്യം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രസീലാണ്. എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്തിട്ടുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. പൂർണ്ണമായും പൊളിച്ചു മാറ്റാൻ കഴിയുന്നതും ഷിപ്പിംഗ് കണ്ടെയ്നറുകളും മോഡുലാർ ബ്ലോക്കുകളും കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള ഫിഫയുടെ ചരിത്രത്തിലെ പ്രഥമ ലോകകപ്പ് സ്റ്റേഡിയം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ സ്റ്റേഡിയം 974. ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ, സ്റ്റേഡിയം 974 ആണ്. എന്താ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ? പൂർണ്ണമായും പൊളിച്ചു മാറ്റാൻ കഴിയുന്നതും ഷിപ്പിംഗ് കണ്ടെയ്നറുകളും മോഡുലാർ ബ്ലോക്കുകളും കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള ഫിഫയുടെ ചരിത്രത്തിലെ പ്രഥമ ലോകകപ്പ് സ്റ്റേഡിയമാണ് സ്റ്റേഡിയം 974. ഇനി ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രാവശ്യം നടന്നിട്ടുള്ള ഖത്തറിലെ വേൾഡ് കപ്പ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വേൾഡ് കപ്പ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ $220 ബില്യൺ ആണ്. എത്രയാണ്? $220 ബില്യൺ. 2022 അല്ലേ, അപ്പൊ അതിനകത്തുള്ള 220 എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. 220 ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. $220 ബില്യൺ ആണ്, ബില്യൺ. ഓക്കെ, ഇനി നമുക്ക് PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാമല്ലോ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഫുട്ബോൾ ആണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഫുട്ബോൾ. ആധുനിക ഫുട്ബോളിന്റെ ജന്മനാട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ആണ് കേട്ടോ. ആധുനിക ഫുട്ബോളിന്റെ ജന്മനാട് ഏതാണ്? ഇംഗ്ലണ്ട്. ഓക്കെ, ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു ലാൻഡിലാണല്ലോ, അങ്ങനെ ഇംഗ്ലണ്ട് ആണെന്ന് ആലോചിക്കുക കേട്ടോ. ഇംഗ്ലണ്ട് ആണ്. ഫിഫ നിലവിൽ വന്നിട്ടുള്ള വർഷം 1904 1904 ഫിഫ നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ ഫിഫേനകത്ത് 4 ആൽഫബറ്റ്സ് ഉണ്ട്, അങ്ങനെ നമുക്ക് 4ഉമായിട്ട് കണക്ട് ചെയ്യാം. 1904 സൂറിച്ചിലാണ് കേട്ടോ. അതിന്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞല്ലോ, സൂറിച്ചാണ്. ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗിയാനി ഇൻഫാന്റിനോ ആണ്. ആരാണ്? ഗിയാനി ഇൻഫാന്റിനോ. അപ്പൊ ഇപ്പോഴത്തെ പ്രസിഡന്റിന് ഒരുപാട് ഫാൻസ് ഉണ്ടെന്നൊക്കെ ആലോചിക്കുക കേട്ടോ. ഇൻഫാന്റിനോ. ഫസ്റ്റ് പ്രസിഡന്റ് ആരാ? റോബർട്ട് ഗ്യുറിൻ ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് ഒരു റോബർട്ട് പോലത്തെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അങ്ങനെയല്ല. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഇൻഫാന്റിനോ.
അടുത്ത പോയിന്റ് നോക്കാം. ഫുട്ബോൾ ഗോൾ പോസ്റ്റിന്റെ ഉയരമാണ് കേട്ടോ. എത്രയാ? 2.44 മീറ്റർ ആണ്. എത്രയാണ്? 2.44 മീറ്റർ. അകലം ചോദിക്കുകയാണെങ്കിൽ 7.32 മീറ്റർ ആണ്. 7.32 മീറ്റർ. അപ്പൊ ഈ ഫുട്ബോൾ ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ 2 കാല് വെച്ചിട്ടല്ലേ കളിക്കുന്നത് അല്ലെ? അങ്ങനെ നമുക്ക് 2 വെച്ചിട്ട് കണക്ട് ചെയ്യാം. പിന്നെ അതിന്റെ ഇരട്ടി, അപ്പം 4 ഓർത്ത് വയ്ക്കുക. 2.44 മീറ്റർ. ഇനി അകലം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഗോൾ പോസ്റ്റ് പോലെ ഇങ്ങനെ ഒരു 7 പോലെ അല്ലെ? അപ്പൊ 7 വെച്ചിട്ടാണ് കേട്ടോ. 7.32 മീറ്റർ ആണ് അതിന്റെ അകലം ചോദിക്കുകയാണെങ്കിൽ 7.32 മീറ്റർ. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ ദേശീയ കായിക വിനോദം ഫുട്ബോൾ ആണ്. ആധുനിക ഫുട്ബോളിന്റെ ജന്മനാട് ഇംഗ്ലണ്ട് ആണ്. ഫിഫ നിലവിൽ വന്നിട്ടുള്ള വർഷം 1904. അപ്പൊ ഫിഫയിനകത്ത് 4 ആൽഫബറ്റ്സ്. 1904 സൂറിച്ച്. ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ. ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് ആലോചിക്കുക. ഫസ്റ്റ് പ്രസിഡന്റ് റോബോട്ട് പോലത്തെ ഒരാളായിരുന്നു, റോബോട്ട് ഗ്യുറേൻ. ഫുട്ബോൾ ഗോൾ പോസ്റ്റിന്റെ ഉയരം 2.44ഉം അകലം ചോദിക്കുകയാണെങ്കിൽ അകലം 7 ആണ് അല്ലെ? 7. അപ്പൊ 7.32 മീറ്റർ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സിൽവിയോ ഗസാനിങ്കയാണ്. ആരാണ്? സിൽവിയോ ഗസാനിങ്ക. ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആൾ കേട്ടോ. രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആളാരാണെന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യൂ കേട്ടോ. ഗസാനിങ്ക. ഓക്കെ, ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആളാരാണ്? സിൽവിയോ ഗസാനിങ്ക. ലോകകപ്പിന്റെ ആദ്യ പേര് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ യൂൾസ് റിമേ കപ്പ് എന്നാണ് കേട്ടോ. ലോകകപ്പിന്റെ ആദ്യ പേരെന്താണ്? യൂൾസ് റിമേ കപ്പ് എന്നാണ്. അപ്പൊ ലോകകപ്പിന് ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ടെന്ന് ആലോചിക്കുക. ഒരുപാട് റൂൾസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് യൂൾസ് എന്ന് ആലോചിക്കാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. ആദ്യ ലോകകപ്പിന്റെ വിജയി ആരാ? ഉറുഗ്വേ ആണ് കേട്ടോ. ഉറുഗ്വേ ആണ്. 1930 ജയിച്ചിട്ടുള്ളത് ആദ്യ ലോകകപ്പിന്റെ വിജയ്. അപ്പൊ നമ്മുടെ ഫുട്ബോളൊക്കെ ഇങ്ങനെ ഉരുണ്ടുരുണ്ടല്ലേ വരുന്നത്, അങ്ങനെ നമുക്ക് ഉരുണ്ട് എന്നുള്ള രീതിയിൽ ഉറുഗ്വേ ആണ് ആദ്യ ലോകകപ്പിന്റെ വിജയ്. അതേപോലെ തന്നെ വർഷം പഠിച്ചു വെച്ചേക്ക 1930 ആദ്യ ലോകകപ്പ് റണ്ണറപ്പ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അർജന്റീന. ആദ്യ ലോകകപ്പ് റണ്ണറപ്പ് ആരാണ്? അർജന്റീന. അടുത്ത പോയിന്റ് നോക്കാം. ത്രോ ഇൻ, പെനാൽറ്റി ഷൂട്ടൌട്ട്, കോർണർ കിക്ക്, ഓഫ് സൈഡ്, കിക്ക് ഓഫ്, ഫ്രീ കിക്ക്, സഡൻ ഡെത്ത് എന്നീ പദങ്ങൾ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഫുട്ബോൾ ആണ്. അപ്പൊ സഡൻ ഡെത്ത് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. അപ്പൊ ഇത്രയും വലിയ ബോള് മേത്ത് കൊണ്ടുകഴിഞ്ഞാൽ സഡൻ ഡെത്ത് വരും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. സഡൻ ഡെത്ത് കേട്ടോ. ബാക്കി എല്ലാതും എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ആദ്യ വനിതാ ലോകകപ്പ് നടന്നിട്ടുള്ള വർഷം 1991 കേട്ടോ. 1991. എവിടെ വെച്ചാൽ നടന്നിട്ടുള്ളത്? ചൈനയിൽ വെച്ചിട്ടായിരുന്നേ. ചൈനയിൽ വെച്ചിട്ട്. അതിൽ വിജയിച്ചിട്ടുള്ളത് USA ആണ്. USA. ആദ്യ വനിതാ ലോകകപ്പ് നടന്നിട്ടുള്ള വർഷം 1991 ചൈനയിലാണ്. വിജയിച്ചിട്ടുള്ളത് USA ആണ്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ബ്രസീലാണ്. എത്ര തവണയാ? 5 തവണയാണ്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ്. എത്ര തവണയാണ്? 5 തവണ. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു 2022 നമ്മുടെ ഫിഫ വേൾഡ് കപ്പിന്റെ വെന്യൂ അല്ലെങ്കിൽ വേദി എവിടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഖത്തറിലാണ് അല്ലെ? ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് നമ്മൾ പഠിച്ചു AFC എന്നുള്ള കോഡ് വെച്ചിട്ട് അല്ലെ? അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, പിന്നെ മൊറോക്കോ. അപ്പൊ അതേപോലെ 2018 ജയിച്ചിട്ടുള്ളത് ഫ്രാൻസ് ആണ്. ഓക്കെ, ഫ്രാൻസ്. രണ്ടാം സ്ഥാനം വന്നിട്ടുള്ളത് ക്രൊയേഷ്യ ആണ്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം പഠിച്ച പോലെ AFC നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ തന്നെ ഈ FC ആണ് 2018 ഫസ്റ്റും സെക്കൻഡും വന്നിട്ടുള്ളത് കേട്ടോ. ഈ FC, അതായത് ഫ്രാൻസും ക്രൊയേഷ്യ. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ ഫ്രാൻസ്, സെക്കൻഡ് പൊസിഷൻ ക്രൊയേഷ്യ. 2018 കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ, കഴിഞ്ഞ പ്രാവശ്യമാണല്ലോ, 4 വർഷം മുമ്പാണ്. അപ്പൊ 2018. പിന്നെ അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റഷ്യയിലാണ്. അതിന്റെ വേദി എവിടെയാണ്? റഷ്യയിലാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ, ഈ 18 വയസ്സൊക്കെ ആവുമ്പോണ്ടല്ലോ ഭയങ്കര റഷ് ആയിരിക്കും എന്ന് ആലോചിക്കുക. അതായത് നമുക്ക് പാസ്പോർട്ട് എടുക്കാനും ലൈസൻസ് എടുക്കാനും വോട്ടേഴ്സ് ID ഒക്കെ എടുക്കാനും ഭയങ്കര റഷ് ആയിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പൊ അതിന്റെ വേദി തെറ്റിക്കേണ്ട, റഷ്യയാണ് കേട്ടോ. ഇനി 2014 ജയിച്ചിട്ടുള്ളത് ജർമ്മനിയാണ്. ആരാണ്? ജർമ്മനിയാണ്. ഓക്കെ, അതേപോലെ തന്നെ എവിടെയാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ, വെന്യൂ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രസീലിലാണ് കേട്ടോ. ബ്രസീലിലാണ് 2014 വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്. അപ്പൊ 2018 ഫസ്റ്റ് വന്നിട്ടുള്ളത് ഫ്രാൻസ്, സെക്കൻഡ് പൊസിഷൻ ക്രൊയേഷ്യ എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ അതിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ റഷ്യയാണ്. 2014 ജയിച്ചിട്ടുള്ളത് ജർമ്മനിയാണ്. അതേപോലെ തന്നെ അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രസീലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. 1966 ശേഷം ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയിട്ടുള്ള ഫുട്ബോൾ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കൈലിയൻ എംബാപ്പെ ആണ് കേട്ടോ. കൈലിയൻ എംബാപ്പെ. ഓക്കെ, 1966 ശേഷമാണ് ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയിട്ടുള്ള ഫുട്ബോൾ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എംബാപ്പെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്ലെയർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജിയോ ഫേസ്റ്റ് ആണ് കേട്ടോ. ഇംഗ്ലണ്ടുകാരനാണ്, ജിയോ ഫേസ്റ്റ് ആണ്.
ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് വേഗം മൈൻഡിലേക്ക് കൊണ്ടുവരാം. 2022 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? ഖത്തറാണ്. അപ്പൊ കോഡ് എങ്ങനെയാ? AFC മോർ അല്ലെ, നമ്മുടെ KFC മോർ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പൊ A അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, 4ാം സ്ഥാനം മൊറോക്കോ ആണ്. അപ്പൊ KFC നമ്മൾ കത്തിച്ച് കഴിക്കും, അങ്ങനെ ഖത്തറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ 22ാമത്തെ ഫിഫ വേൾഡ് കപ്പ് ആണ്. പിന്നെ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ 20 നവംബർ ടു 18 ഡിസംബർ 2022. മൊത്തം 32 ടീംസ് ആണ് കളിച്ചിട്ടുള്ളത്. ഫസ്റ്റ് മാച്ച് നടന്നിട്ടുള്ളത് അൽബെയ്ത്ത് സ്റ്റേഡിയം അല്ലെ. അപ്പൊ ഫസ്റ്റ് മാച്ച് എന്ന് പറയുമ്പോൾ എയും ബിയും ആൽഫബറ്റ്സ് ആലോചിക്കുക, അൽബെയ്ത്ത് സ്റ്റേഡിയം ആണ്. ഫൈനൽ മാച്ച് നടന്നിട്ടുള്ളത് ലുസൈൽ സ്റ്റേഡിയം ആണ്. ഓക്കെ, അതുപോലെ തന്നെ 18 ഡിസംബർ 2022 ആണ് ഖത്തറിന്റെ നാഷണൽ ഡേ. അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 18 ഡിസംബർ 2022 ആണ് ഖത്തറിന്റെ നാഷണൽ ഡേ. ഇനി ബെസ്റ്റ് പ്ലെയറിന് കൊടുക്കുന്നതാണ് ഗോൾഡൻ ബോൾ അല്ലെ. ഗോൾഡൻ ബോൾ, സിൽവർ ബോൾ, ബ്രോൺസ് ബോൾ ഒക്കെ വരുന്നത്. അതിൽ ഗോൾഡൻ ബോൾ കിട്ടിയിട്ടുള്ളത് മെസ്സിക്കും, സിൽവർ ബോൾ കിട്ടിയിട്ടുള്ളത് എംബാപ്പെ. അപ്പൊ ബോൾ എന്ന് പറയുമ്പോൾ മിസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ഓക്കെ, 2ാം സ്ഥാനം എംബാപ്പെ. ബ്രോൺസ് ബോളിന് ലുക്ക് ഇല്ല നമ്മൾ വിചാരിക്കും, പക്ഷെ ഭയങ്കര ലുക്കാട്ടോ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പൊ ലൂക്ക മോഡ്രിച്ചിനാണ് ബ്രോൺസ് ബോൾ കിട്ടിയിട്ടുള്ളത്. ഇനി മെസ്സിയും എംബാപ്പയും തിരിഞ്ഞു വരുന്നു. ഏതിനകത്താ? ഗോൾ സ്കോററിനകത്ത്. അതേപോലെ തന്നെ ബ്രോൺസ് ബൂട്ട് കിട്ടിയിട്ടുള്ളത് ഒലിവർ ജിറൗഡിനാണ്. ബെസ്റ്റ് ഗോൾ കീപ്പർ ആരാ? ഗോൾഡൻ ഗ്ലൗ കിട്ടിയിട്ടുള്ളത് ഗോളി എന്തായാലും മാറി നിൽക്കാൻ പാടില്ല അല്ലെ, മാർട്ടിനസ് ആണ്. എമിലിയാനോ മാർട്ടിനസ്. എത്ര അർജന്റ് ആണെങ്കിലും മാറാൻ പാടില്ലെന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് അർജന്റീന കണക്ട് ചെയ്യാം. ഇനി ഫിഫ യങ് പ്ലെയർ എന്ന് പറയുമ്പോൾ യങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് ആലോചിക്കാം. അപ്പൊ ഫെർണാണ്ടസ് ആണ് അർജന്റീന. ഫെയറസ്റ്റ് ടീം, അതായത് ഫിഫ ഫെയർ പ്ലേ ട്രോഫി കിട്ടിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനാണ്. മാൻ ഓഫ് ദി മാച്ച് ആർക്കാ? ലയണൽ മെസ്സിക്കാണ്. ഈ ലോകകപ്പിലെ ഫുട്ബോൾ പന്തിന്റെ പേര് അൽ റിഹ്ല എന്നാണ്. അതിന്റെ മീനിങ് എന്താ? ദ ജേർണി, യാത്ര എന്നുള്ളതാണ്. ഭാഗ്യ ചിഹ്നം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ല ഈബ ആണ്. അതിന്റെ മീനിങ് എന്താ വരുന്നത്? പ്രതിഭാധനനായിട്ടുള്ള കളിക്കാരനാണ്. ഫൈനൽ മാച്ചിന്റെ ബോൾ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അൽ ഹിൽമാണ്. ഓക്കെ, അതിന്റെ മീനിങ് എന്താ? ദ ഡ്രീം ആണ്. അപ്പൊ എല്ലാവരുടെയും ഡ്രീം ആണ് ഫൈനൽ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അവന്റെ ഡ്രീമും ഹി എന്നുള്ള രീതിയിൽ, അൽ ഹിൽം എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഏഷ്യയിൽ നടക്കുന്ന 2ാമത്തെ ഫുട്ബോൾ ലോകകപ്പാണ് ഖത്തറിൽ. ഏഷ്യയിൽ നടന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയായിട്ടുള്ള സൗത്ത് കൊറിയ, പിന്നെ സൗത്ത് കൊറിയയും ജപ്പാനും 2002. അറബ് ലോകത്ത് നടക്കുന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പ് 2022 ഫിഫ ലോകകപ്പാണ്. 8 സ്റ്റേഡിയങ്ങളിലായിട്ട് 32 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ഔദ്യോഗിക ഗാനം ഹയ്യ ഹയ്യ. സെമി ഫൈനലിൽ യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ. അതേപോലെ തന്നെ 5 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫൈനൽ മത്സരത്തിൽ ട്രോഫി അനാച്ഛാദനം ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? ഐക്കർ കസിലാസും അതുപോലെ തന്നെ ദീപിക പദുക്കോൺ. അർജന്റീന ലോകകപ്പ് നേടിയിട്ടുള്ള വർഷങ്ങൾ 1978, 86, 2022. അങ്ങനെ 3 തവണയാണ് അർജന്റീനയ്ക്ക് ലോകകപ്പ് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം ചോദിക്കുകയാണെങ്കിൽ ലയണൽ മെസ്സിയാണ്. 26 തവണയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, 26 തവണ. അർജന്റീനയുടെ പരിശീലകൻ ലയണൽ സ്കെലോണി. ഫൈനൽ മത്സരം നിയന്ത്രിച്ചിട്ടുള്ള റെഫറി സീമോൻ മാർ സീനിയാക്ക് ആണ് കേട്ടോ. സീമോൻ മാർ സീനിയാക്ക്. മാറി നിൽക്കൂ, സീനൊന്നും ഉണ്ടാക്കാണ്ട്. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുരുഷ ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ചിട്ടുള്ള വനിതാ റെഫറി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സ്റ്റെഫാനി ഫ്രപ്പാർട്ട് ആണ്. ഏത് രാജ്യക്കാരെയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രാൻസ് ആണ്. ഓക്കെ, വനിത ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നുള്ള രീതിയിൽ ആലോചിക്കുക. സ്റ്റെഫാനി ഫാൻ കേട്ടോ. അതേപോലെ തന്നെ ഫ്രാൻസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ്. എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്തുള്ള രാജ്യം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രസീലാണ്. പൂർണ്ണമായും പൊളിച്ചു മാറ്റാൻ കഴിയുന്നതും ഷിപ്പിംഗ് കണ്ടെയ്നറുകളും മോഡുലാർ ബ്ലോക്കുകളും കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള ഫിഫയുടെ ചരിത്രത്തിലെ പ്രഥമ ലോകകപ്പ് സ്റ്റേഡിയം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്റ്റേഡിയം 974. പിന്നെ അതിന്റെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ $220 ബില്യൺ ആണ്. ഓക്കെ, 2022 2021 ഗ്രാൻഡ് സ്ലാം അവാർഡ്സിനെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് 4 ടൂർണമെന്റുകളുണ്ട്. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട്. ഈ 4ഉം കൂടിയിട്ടാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറയാം കേട്ടോ. ഇനി ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ഒരു ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള കോളം നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അതിലെന്തൊക്കെയല്ലേ? ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ ആൽഫബറ്റിക് ഓർഡറിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ് ആദ്യം വരുന്നത്? എഫിനേക്കാളും മുമ്പ് വരുന്നത് A ആണ് അല്ലേ. അപ്പോൾ ഓസ്ട്രേലിയനകത്തുള്ള A ആദ്യം വരുന്നു. അപ്പോൾ ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ. പിന്നെ ഏതാ വരിക? ഫ്രഞ്ച് ഓപ്പൺ. അപ്പോൾ അതേ ഓർഡറിൽ തന്നെയാണ് കളികളൊക്കെ നടക്കുന്നത് കേട്ടോ. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് നടക്കുക, അതിന് ശേഷമാണ് ഫ്രഞ്ച് ഓപ്പൺ. ഓക്കെ, പിന്നെ വരുന്നത് വിംബിൾഡൺ ആണ്. അപ്പം W കഴിഞ്ഞിട്ടാണ് U വരുന്നത് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ശരിക്കും അങ്ങനെയല്ല, W കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ U വരുന്നത്. അപ്പോൾ ആ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചാൽ മനസ്സിലേക്ക് തോന്നുന്നത്. ആദ്യം ഏതാ? ഓസ്ട്രേലിയൻ ഓപ്പൺ, പിന്നെ F, പിന്നെ W, പിന്നെ U. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റിലത്തെ കോളം പഠിച്ചു. ഇനി അടുത്തത് മിഡിലുള്ള, അതായത് പുരുഷ സിംഗിൾസിലെ വിന്നേഴ്സാണ് നമ്മളിനി പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിക്കാനുള്ള കോഡ് വളരെ സിമ്പിളാണ്. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് നോ കാർ കേട്ടോ. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ആരും കാറ് വാങ്ങിച്ചില്ല. ഇതാണ് നമ്മുടെ കോഡ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫെയിൽ, അതാണ് നമ്മുടെ റാഫ് ഫെയിൽ കേട്ടോ. അതിനകത്തൊരു ഫെയിലില്ലേ, അപ്പം ഒരു ഫെയിൽ കഴിഞ്ഞു. പിന്നെ അടുത്ത കോളം എന്താ? അതും റാഫ് ഫെയിൽ തന്നെയാണ്. അതാണ് ഞാൻ 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ എന്ന് ഉദ്ദേശിച്ചത്. നോ കാർ.
അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്കാണ് കേട്ടോ കൺസിഡർ ചെയ്യുന്നത്. നോ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നൊവാക്കിൻ്റെ നോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നൊവാക് ജോക്കോവിച്ച്. അതിനുശേഷം കാറ് അല്ലേ, അപ്പോൾ കാർലോസ് അൽക്കാരസ്. പഠിച്ചോ? അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒന്ന് കൺസിഡർ ചെയ്തേ. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ നോ കാർ. അപ്പോൾ നമ്മളിവിടെ 2022 കൂടെ ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. എങ്ങനെയെന്നറിയാമോ? 2022 2 ഇല്ലേ, അങ്ങനെ തന്നെ നമുക്ക് ആലോചിക്കാം. 2 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ അപ്പോൾ തെറ്റില്ലല്ലോ, നോ കാർ. ഓക്കെ, അപ്പോൾ നമ്മൾ മിഡിലുള്ള കോളം പഠിച്ചു. അവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഇപ്പം റാഫേൽ നദാലിൻ്റെ രാജ്യം ഏതാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിലും ചോദ്യം വരാം. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഫെയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും അല്ലേ, മൈൻഡിലൊക്കെ ഒരു പെയിൻ ആയിരിക്കും. അങ്ങനെ നമുക്ക് സ്പെയിൻ ഓർത്ത് വയ്ക്കാമല്ലോ. ഇപ്പോൾ റാഫേൽ നദാലിൻ്റെ രാജ്യം നമുക്ക് കിട്ടി, സ്പെയിൻ കിട്ടി കേട്ടോ. പിന്നെ നൊവാക് ജോക്കോവിച്ചിൻ്റെ അതിൻ്റെ രാജ്യം സെർബിയ ആണ്. നോ സർ എന്ന് ഓർത്താൽ മതി കേട്ടോ, നോ സർ. സാറാണ് സെർബിയ, നോ സർ. ഓക്കെ, കിട്ടിയല്ലോ. പിന്നെ കാർലോസ്. കാർലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാർ തന്നെ നമുക്ക് ആലോചിക്കാം. ഈ കാറിലൊക്കെ പോയിട്ട് വല്ല ആക്സിഡൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പെയിൻ വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് സ്പെയിനായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. കിട്ടിയോ? അപ്പം പുരുഷ സിംഗിൾസിലെ വിന്നേഴ്സ് ഒന്ന് മൈൻഡിലേക്ക് വേണമെന്നേ. 2 പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ നോ കാർ. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് 2022 വിംബിൾഡൺ വിന്നർ ആരാണ്, പുരുഷ സിംഗിൾസിൽ വിന്നർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് വരിക? നമ്മളിങ്ങനെ എഴുതി വയ്ക്കും, AFWU എന്ന് താഴത്തേക്ക് എഴുതും. എന്നിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഫെയിൽ നോ കാർ എന്ന് എഴുതും. എന്നിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ വനിതാ സിംഗിൾസിൻ്റെ വിന്നേഴ്സ് നമുക്ക് നോക്കാം കേട്ടോ. ഓസ്ട്രേലിയൻ ഓപ്പൺ. അപ്പോൾ ഇവിടെ നമ്മൾ താഴത്തേക്കല്ല, നമ്മൾ ഓസ്ട്രേലിയൻ ഓപ്പണും ആഷ്ലി ബാർട്ടിയായിട്ട് ഡയറക്റ്റായിട്ട് ഇവിടെ കണക്ഷൻ കൊടുക്കുകയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ആഷ്ലി ബാർട്ടി. ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഓസിന് പാർട്ടിക്ക് പോയെന്ന് ആലോചിക്കുക. ഈ വനിത ഓസിന് വിളിച്ചില്ലെങ്കിലും പാർട്ടിക്ക് പോകുന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓസാണ് നമ്മുടെ ഓസ്ട്രേലിയ, പാർട്ടിയാണ് നമ്മുടെ ആഷ്ലി ബാർട്ടി. ഓക്കെ, അതേപോലെ തന്നെ രാജ്യം ഓസ്ട്രേലിയ തന്നെയാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസ്ട്രേലിയ എന്നുള്ള രീതിയിൽ തന്നെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഓസിന് പാർട്ടിക്ക് പോയി കേട്ടോ. ഇനി അടുത്ത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ഇഗാ സ്വാടെക്കിനാണ്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഇഗാ സ്വാടെക്. ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആലോചിക്കാം അല്ലേ. ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഭയങ്കര സ്വാദാണെന്ന് ആലോചിക്കാമല്ലോ. സ്വാടെക്. ഓക്കെ, ഇഗാ സ്വാടെക്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര പൊളിയാണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. അതാണ് പോളണ്ട്. അപ്പോൾ സ്വാദും പൊളിയാണെന്ന് ആലോചിക്കാം. അപ്പോൾ സ്വാടെക്, പോളണ്ട്. അടുത്ത് വിംബിൾഡൺ ആണ് കേട്ടോ. വിംബിൾഡൺ കിട്ടിയിട്ടുള്ള എലേന റബൈക്കിനൊക്കെയാണ്. കസാക്കിസ്ഥാനാണ് രാജ്യം. ഓക്കെ, ഓർക്കാൻ വേണ്ടിയിട്ട് വിംബിൾഡൺ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വീമ്പ് എന്നുള്ളൊരു വാക്കായിട്ട് ഒന്ന് ആലോചിക്കാം കേട്ടോ. വീമ്പ്, അതായത് ചില വനിതകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കുറേ വീമ്പൊക്കെ പറയും അല്ലേ. അതായത് ഇപ്പോൾ ഭയങ്കര വണ്ണത്തിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് പറയും പണ്ട് ഞാൻ ഭയങ്കര എല്ല് പോലെയൊക്കെ ആയിരുന്നു എന്നൊക്കെ വീമ്പ് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ആലോചിക്കാം. വിംബിൾഡൺ എന്ന് പറയുമ്പോൾ വീമ്പാണ്. എന്താ വീമ്പ് പറഞ്ഞേ? എല്ല് പോലെയായിരുന്നു അല്ലേ. അപ്പോൾ എലേന റബൈക്കിന ആലോചിക്കാമല്ലോ. അങ്ങനെ എല്ല് പോലെ ആയത് ഞാൻ കുറേ കാശൊക്കെ ചിലവാക്കിയിട്ടാണ് എന്നൊക്കെ കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. കാശ്, കസാക്കിസ്ഥാൻ. കിട്ടിയോ? അപ്പോൾ വിംബിൾഡൺ കിട്ടിയിട്ടുള്ള വനിതാ സിംഗിൾസിൽ കിട്ടിയിട്ടുള്ള ആർക്കാണ്? എലേന റബൈക്കിന. പണ്ട് ഞാൻ എല്ല് പോലെയായിരുന്നു എന്ന് വീമ്പ് പറഞ്ഞു കേട്ടോ. ലാസ്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് വൺ ഇറ്റ് ഇസ് US ഓപ്പൺ ആണ്. US ഓപ്പൺ കിട്ടിയിട്ടുള്ള വനിതാ വിന്നർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഗാ സ്വാടെക് ആണ്. ആരാണ്? ഇഗാ സ്വാടെക്. നമ്മൾ നേരത്തെ ഇഗാ സ്വാടെക് എവിടെയോ പഠിച്ചല്ലോ. എവിടെയായിരുന്നു? ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ഇഗാ സ്വാടെക് അല്ലേ. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര സ്വാദാണ്, സ്വാടെക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അത് വെച്ചിട്ട് തന്നെ നമുക്കിവിടെ കണക്ഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോഴല്ലോ, ഫ്രഞ്ച് ഫ്രൈസ് ആരാ കഴിച്ചത്? നമ്മളാണ് കഴിച്ചത്. നമ്മളെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അസ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ആലോചിക്കാം. ഓക്കെ, അസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് US ഓപ്പണുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്രഞ്ച് ഓപ്പണും US ഓപ്പണും രണ്ടും ഒരാൾക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, ഇഗാ സ്വാടെക്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് ഓപ്പണും ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചത് ഞങ്ങളാണ്, അസ്സാണ്. ഫ്രഞ്ച് ഫ്രൈസിന് ഭയങ്കര സ്വാദായിരുന്നു, ഇഗാ സ്വാടെക്. പിന്നെ ഇതെല്ലാം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർത്ത് വെച്ചേക്കുക, 2022 ആണ്. അപ്പോൾ 2 പ്രാവശ്യം ആർക്കാ കിട്ടിയില്ല? റാഫേൽ നദാൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ സിംഗിൾസിലും 2 പ്രാവശ്യം വന്നിട്ടുള്ളത് ഇഗാ സ്വാടെക് കേട്ടോ. അപ്പോൾ തെറ്റിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ പുരുഷ സിംഗിൾസ് ഫെയിൽ നോ കാർ. വനിതാ സിംഗിൾസിൽ എങ്ങനെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുമ്പോൾ ഓസിന് പാർട്ടിക്ക് പോയി, ആഷ്ലി പാർട്ടി കിട്ടി. ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര സ്വാദാണ്, സ്വാടെക്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചത് നമ്മളാണ്, US ആണ്, അസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ US ഓപ്പൺ ഇഗാ സ്വാടെക്. വിംബിൾഡൺ വീമ്പ് പറയുന്നത് എല്ല് പോലെയായിരുന്നു എന്നൊക്കെ പറയും അല്ല. അപ്പോൾ എലേന റബൈക്കിന. അപ്പോൾ ഇതൊക്കെ മൈൻഡിലേക്ക് കയറി തന്നെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് 2021 ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് നോക്കാം. അടുത്ത 2021 ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് ആണ് കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കുക? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ AFWU എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പിന്നെ പുരുഷ സിംഗിൾസ് ആലോചിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. 2021 എന്ന് പറയുമ്പോണ്ടല്ലോ, അതിനകത്ത് അവസാനത്തെ 2 ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 2ഉം 1ഉം അല്ലേ. 2021 2ഉം 1ഉം 2ഉം 1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 കിട്ടും. ആ 3ആണ് നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ ഈ 3 ടൂർണമെൻറ്റും കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിനാണ്. തെറ്റിക്കില്ലല്ലോ. അപ്പോൾ 2021 2ഉം 1ഉം അതായത് 3 പ്രാവശ്യം നൊവാക് ജോക്കോവിച്ചിന് തന്നെയാണ് കിട്ടി. 3 എണ്ണത്തിലും കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിന് തന്നെയാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ പരിപാടി തീർന്നു. പിന്നെയുള്ളത് US ഓപ്പൺ ആണ്. US ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ഡാനിൽ മെദ്വദേവനാണ്, റഷ്യക്കാരനാണ് ഡാനിൽ മെദ്വദേവ്. ഓർക്കാൻ വേണ്ടിയിട്ട് US എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ അസുമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. നമ്മളെ ദൈവം രക്ഷിക്കും എന്ന് ആലോചിക്കട്ടോ, നമ്മളെ ദൈവം രക്ഷിക്കും. അപ്പോൾ US എന്ന് പറയുമ്പോൾ ദൈവം, അതാണ് നമ്മുടെ മെദ്വദേവ് രക്ഷിക്കും, റഷ്യ എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് റഷ്യ എന്നുള്ളതും കൂടെ അവിടെ കണക്ട് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് സ്ലാം പുരുഷ വിന്നേഴ്സിൻ്റെ വേഗം പഠിച്ചു കഴിഞ്ഞില്ലേ? എങ്ങനെയാ 3 പ്രാവശ്യം നൊവാക് ജോക്കോവിച്ചിന് കിട്ടി. 2021 കൂടെ നമ്മളവിടെ കണക്ഷൻ കൊടുത്തു. ഓക്കെ. പിന്നെ US എന്ന് പറയുമ്പോൾ നമ്മളെ ദൈവം രക്ഷിക്കും, അപ്പം മെദ്വദേവ് രക്ഷിക്കും, റഷ്യ. അടുത്ത വനിതാ സിംഗിൾസ് ആണ് കേട്ടോ. വനിതാ സിംഗിൾസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ, ഓസ്ട്രേലിയ ഒസാക്ക ഒരേപോലെ അല്ലേ. അപ്പം ഓസ്ട്രേലിയൻ ഓപ്പൺ ഒസാക്ക കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ബാർബോറ കജിക്കോവയ്ക്കാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിരുന്നത്? ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര സ്വാദാണെന്ന് പറഞ്ഞു, ഇഗാ സ്വാട്ടക്ക് അല്ലേ. ഇവിടെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ് നമ്മുടെ കോഡ്. ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ബാർബിക്യൂ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. ബാർബിക്യൂ, അപ്പോൾ ബാർബോറ കജിക്കോവ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും ബാർബിക്യൂ ഒക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നല്ല പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മളൊരു ചെക്ക് കൊടുത്തൊന്ന് ആലോചിക്കുക. അപ്പോൾ ബാർബോവ കജിക്കോവ ചെക്ക് റിപ്പബ്ലിക് ആണ് രാജ്യം. ഓർത്ത് വെച്ചേക്കുക, ഏതാണ്? ചെക്ക് റിപ്പബ്ലിക്. നവോമി ഒസാക്ക എന്ന് കേൾക്കുമ്പോൾ അറിയാലോ, ഒരു ജാപ്പനീസ് അല്ലേ, അപ്പോൾ ജപ്പാനാണ് കേട്ടോ. പിന്നെ വിംബിൾഡൺ കിട്ടിയിട്ടുള്ളത് ആഷ്ലി ബാർട്ടി. അപ്പോൾ വീമ്പ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വനിതകളാണെന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്തൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ വീമ്പ് പറയുന്നത് പാർട്ടിയിലൊക്കെ പോയി കഴിയുമ്പോൾ കുറേ പരദൂഷണോ അങ്ങനെയൊക്കെ ആയിട്ട് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക, വിംബിൾഡൺ ബാർട്ടിയാണ് കേട്ടോ, ആഷ്ലി ബാർട്ടി. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചാണ് ആഷ്ലി ബാർട്ടി. ഓസ്ട്രേലിയയാണ് നമ്മൾ നേരത്തെ പഠിച്ചാണ്. പിന്നെ US ഓപ്പൺ നമ്മൾ പുരുഷ സിംഗിൾസിൽ നമ്മൾ പറഞ്ഞു നമ്മളെ ദൈവം രക്ഷിക്കും അല്ലെ, മെദ്വദേവ് കിട്ടി. വനിതകളുടെ കേസാണെങ്കിൽ നമ്മളെ ദൈവവും രക്ഷിക്കും, അതേപോലെ തന്നെ അമ്മയും രക്ഷിക്കുന്ന ആലോചിക്കുക. എമ്മ റാഡുക്കാനോ എന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. എമ്മ റാഡുക്കാനോ എന്ന് പറയുമ്പോണ്ടല്ലോ, നിങ്ങൾ MMA എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഈ വെച്ചിട്ട് തന്നെ ഇംഗ്ലണ്ട്, അതാണ് രാജ്യം. ഓക്കെ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം, ഒന്ന് വേഗം മൈലിക്കണമെന്നുള്ളൂ. 2022 2021 തമ്മിൽ മാറിപ്പോവാതിരിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 2022 2 പേര് വീതമുണ്ട്. ഏതൊക്കെയാണ്? റാഫേൽ നദാലിന് 2 കിട്ടിയിട്ടുണ്ട്, ഇഗാ സ്വാടെക്കിനും 2 വീതം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2022 2 പേര് വീതം. 2021 എന്താ സംഭവിച്ചിട്ടല്ലേ, 2 1 കൂടെ നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് 3 കിട്ടി. അപ്പോൾ 3 പ്രാവശ്യം നൊവാക് ജോക്കോവിച്ചിന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിനുശേഷം പിന്നെ US എന്ന് പറയുമ്പോൾ നമ്മളെ ദൈവം രക്ഷിക്കും. അപ്പോൾ ഈ ദേവ് കിട്ടി അല്ലേ, മെദ്വദേവ് കിട്ടി, ഡാനിൽ മെദ്വദേവ് കിട്ടി. അതുപോലെ തന്നെ US ഓപ്പൺ കിട്ടിയിട്ടുള്ള വനിത ചോദിക്കുകയാണെങ്കിൽ ആരാ? ദൈവത്തിൻ്റെ സ്ഥാനം തന്നെയാണ് അമ്മയ്ക്ക്. അപ്പോൾ എമ്മ റാഡുക്കാനോ എന്നുള്ളത് കിട്ടി. എമ്മയുടെ ആണ്. അതേപോലെ തന്നെ ഇംഗ്ലണ്ട് നമ്മൾ ആലോചിച്ചു. പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഒസാക്ക, അത് കിട്ടി. ഫ്രഞ്ച് ഫ്രൈസും ബാർബിക്യൂ, ബാർബോറ കജിക്കോവ. ചെക്ക് എഴുതി കൊടുക്കേണ്ടി വരും അല്ലെ, ചെക്ക് റിപ്പബ്ലിക്. വീമ്പ് പറയുന്നത് പാർട്ടിയിലാണ്. ഓക്കെ. ആഷ്ലി ബാർട്ടി കിട്ടി. US ഓപ്പൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അമ്മ രക്ഷിക്കും, അതുപോലെ തന്നെ ദൈവം രക്ഷിക്കും, എമ്മ റാഡുക്കാനോ ഇംഗ്ലണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമൺവെൽത്ത് ഗെയിംസിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. ഓക്കെ. കോമൺവെൽത്ത് ഗെയിംസിന്റെ മാസ്കട്ട് എന്താ? പെറി ദ ബുള്ളാണ് അല്ലെ, പെറി ദ ബുള്ളാണ് അതിന്റെ മാസ്കട്ട്. ഇനി കോമൺവെൽത്ത് ഗെയിംസ് 2022 കോമൺവെൽത്ത് ഗെയിംസ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് എവിടെ നടന്നിട്ടുണ്ടായിരുന്നത്? ബിർമിംഗ്ഹാമിലാണ്. എവിടെയാണ്? ബിർമിംഗ്ഹാം, ലണ്ടനിലാണ് കേട്ടോ. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ. കോമൺവെൽത്ത് ഗെയിംസിൽ ഏത് കായിക ഇനത്തിലാണ് മുരളി ശ്രീശങ്കറിന് വെള്ളി നേടിയത്? ഏത് ഇവന്റാ? ലോങ് ജമ്പിലാണ്. അപ്പൊ മുരളി ശ്രീശങ്കറിന് കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിലാണ് വെള്ളി നേടിയത് കേട്ടോ. അടുത്ത പോയിന്റ്, 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ പതാകവാഹകർ ആരൊക്കെയായിരുന്നു? PV സിന്ധുവും മൻപ്രീത് സിംഗും. 2 പേരും ഇന്ത്യയുടെ പതാകവാഹകരായിരുന്നു. ആരൊക്കെയാണ്? PV സിന്ധുവും മൻപ്രീത് സിംഗും. അടുത്ത പോയിന്റ്, പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ എൽദോസ് പോളിന് സ്വർണവും അബ്ദുള്ള അബൂബക്കറിന് വെള്ളിയും നേടി. ഓക്കെ. അപ്പൊ എൽദോസ് പോൾ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ഇവന്റ് ആണ്? ട്രിപ്പിൾ ജമ്പ് ആണ് അല്ലെ. അതേപോലെ തന്നെ അബ്ദുള്ള അബൂബക്കർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രിപ്പിൾ ജമ്പ്. ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത പോയിന്റ്, ബാഡ്മിന്റൺ ഡബിൾസിൽ വെങ്കലവും മിക്സഡ് ടീം ഇനത്തിൽ വെള്ളിയും നേടിയിട്ടുള്ളത് ആരാണ്? ട്രീസ ജോളി കേട്ടോ. ആരാണ്? ട്രീസ ജോളി. അപ്പൊ ട്രീസ ജോളി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബാഡ്മിന്റൺ. അപ്പൊ നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബാഡ്മിന്റൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബാഡ് ആലോചിക്കാം കേട്ടോ. ബാഡ് സമയത്ത് പോലും ചില ആൾക്കാർ ഭയങ്കര ജോളിയായിട്ടൊക്കെ നടക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ട്രീസ ജോളി കേട്ടോ. ബാഡ്മിന്റൺ, ട്രീസ ജോളി. ഓക്കെ. അടുത്ത പോയിന്റ്, നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമിന് സിൽവർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലത്തെ ഗോൾ കീപ്പർ ആരായിരുന്നു? PR ശ്രീജേഷ്. അങ്ങനെ മൊത്തം 5 കേരളൈറ്റ്സിനാണ് കോമൺവെൽത്ത് ഗെയിംസിൽ അവാർഡ്സ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആരൊക്കെയാണ്? ഒന്നും കൂടെ ഞാനൊന്ന് വേഗം പറയാം. ആരൊക്കെയാണ്? മുരളി ശ്രീശങ്കർ, ഈവന്റ് ചോദിക്കുകയാണെങ്കിൽ ലോങ് ജമ്പ്, വെള്ളിയാണ് കിട്ടിയിട്ടുള്ളത്.
അതേപോലെ തന്നെ എൽദോസ് പോളിനും അബ്ദുള്ള അബൂബക്കർ, ഇപ്പൊ 2 മലയാളി വന്നു. പിന്നെ ട്രീസ ജോളിയാണ്. അതേപോലെ തന്നെ പിയ ശ്രീജേഷ് ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയിട്ടുണ്ടായിരുന്നത് അല്ലെ. അങ്ങനെ മൊത്തം 5 കേരളൈറ്റ്സ് ആണ് കേട്ടോ. ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യുക, 2022 അർജുന അവാർഡ് നേടിയിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ്? എൽദോസ് പോളും HS പ്രണോയ്. HS പ്രണോയ് ബാഡ്മിന്റൺ ആണ് കേട്ടോ. എൽദോസ് പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏതാ ട്രിപ്പിൾ ജമ്പ് ആണ് ഇവന്റ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം, ടോക്കിയോ ഒളിമ്പിക്സ്. അപ്പോൾ നമ്മൾ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം ഞാൻ ഡിസ്കസ് ചെയ്തേക്കുന്നത് കേട്ടോ. അടുത്ത നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സ് നോക്കാം. അപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമുക്ക് നോക്കാം കേട്ടോ. അതിന്റെ മാസ്കറ്റ് എന്താ? മിറൈറ്റോവ. എന്താണ് മിറൈറ്റോവ? നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിന്റെ മാസ്കറ്റ് എന്തായിരുന്നു? പെറി ദ ബുൾ അല്ലേ. ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഞാനൊന്ന് വേഗം പറയാം. മെൻസിന്റെ 100 മീറ്ററിൽ വിന്നർ ലെമോൺ മാർസൽ ജേക്കബ്സ് ആണ് കേട്ടോ. ആരാണ്? ലെമോൺ മാർസൽ ജേക്കബ്സ് ആണ്. ഓക്കെ, അപ്പൊ 100 മീറ്റർ ഇവന്റ് ആണ് അല്ലെ, 100 മീറ്റർ ഓട്ടത്തിലാണ്. അപ്പം ഓടിയപ്പോൾ തന്നെ എല്ലാവരോടും മാറൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഓടി ഫസ്റ്റ് ആയെന്നൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ മെൻസ് 100 മീറ്ററിൽ മാർസൽ മാറൂ ഓക്കെ, മാർസൽ ജേക്കബ്സ് ആണ്. വുമൺ ആണെങ്കിൽ വുമന്റെ 100 മീറ്ററിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് എലൈൻ തോംസൺ ആണ്. എല്ല് പോലെ ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ ഓടിയെന്ന് ആലോചിക്കാം, എലൈൻ തോംസൺ. ഇനി ജാവലിൻ ത്രോന്റെ വിന്നർ നീരജ് ചോപ്ര. നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ഓർത്ത് വയ്ക്കുക, മിക്കവാറും ചോദിക്കും. 87.58 മീറ്റർ ആണ്. എത്രയാണ്? 87.58 മീറ്റർ. അപ്പൊ ഇത് എറിഞ്ഞിട്ടുള്ള ആ ഒരു റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു ദിവസം 7th ഓഗസ്റ്റ് 2021 ആണ് കേട്ടോ. 7th ഓഗസ്റ്റ് 2021. അതുകൊണ്ട് തന്നെ അതിനെ നാഷണൽ ജാവലിൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പൊ ജാവലിൻ ത്രോന്റെ വിന്നർ നീരജ് ചോപ്ര. ഡിസ്റ്റൻസ് ഓർത്ത് വയ്ക്കുക 87.58 മീറ്റർ. ഇനി ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 7th ഓഗസ്റ്റ് 2021 കേട്ടോ. ഇനി 2ാം സ്ഥാനം വന്നിട്ടുള്ളത് ജേക്കബ് വാത്ലേജ് ആണ്. ആരാണ്? ജേക്കബ് വാത്ലേജ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. മാസ്കറ്റ് മിറൈറ്റോവ 100 മീറ്റേഴ്സ് റേസിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് മാർസൽ ജേക്കബ്സ് ആണ്. വുമൺ ആണെങ്കിൽ എല്ല് പോലെ ഇരിക്കുന്നുണ്ട്, എലൈൻ തോംസൺ. ജാവലിൻ ത്രോ വിന്നർ നീരജ് ചോപ്ര. ഡിസ്റ്റൻസ് 87.58 മീറ്റർ. ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 7th ഓഗസ്റ്റ് 2021. സെക്കൻഡ് പ്രൈസ് ജേക്കബ് വാത്ലേജ് ആണ് കേട്ടോ. അടുത്ത് നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള മെഡൽസ് നോക്കാം. മൊത്തം 7 മെഡലുകളാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ 1 സ്വർണം, 2 സിൽവർ, 4 ബ്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 4 വെങ്കലം. ഓക്കെ, ഗോൾഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം ആർക്കാ? നീരജ് ചോപ്രയ്ക്കാണ് അല്ലേ. ഡിസ്റ്റൻസ് എത്രയാ? 87.58 മീറ്റർ ആണ്. സിൽവർ കിട്ടിയിട്ടുള്ളത് 2 പേർക്കാണ്. ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്? മീരാബായി ചാനുവിനും രവികുമാർ ദഹിയ. ഓക്കെ, മീരാബായി ചാനു. ഈവന്റ് ഏതാ? വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് കേട്ടോ. മീരാബായി ചാനു എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ചാനു എന്നൊക്കെ പറയുമ്പോഴെങ്കിൽ ചാക്കൊക്കെ ആലോചിക്കുക. ചാക്കൊക്കെ എടുത്ത് പൊക്കിന്ന് ആലോചിക്കുക. വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. രവികുമാർ ദാഹിയ. അപ്പം രവികുമാർ ദാഹിയ ഇവന്റ് ചോദിക്കുകയാണെങ്കിൽ റെസ്ലിംഗ് ആണ്. ഓക്കെ, അപ്പൊ റെസ്ലിംഗ് ഒക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ദാഹിക്കുമല്ലോ. അപ്പൊ അങ്ങനെ രവികുമാർ ദാഹിയ റെസ്ലിംഗ് ആണ്. അടുത്ത് നമുക്ക് ബ്രോൺസ് നോക്കാം കേട്ടോ. ബ്രോൺസ് കിട്ടിയിട്ടുള്ളത് ലവ്ലിന ബോർഗോഹെയിന് കിട്ടിയിട്ടുണ്ട്. ഇവന്റ് ബോക്സിംഗ് ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. ബോർഗോഹെയിൻ എന്ന് പറയുമ്പോൾ ബ്രോ കേട്ടോ. ബോർഗോഹെയിന്റെ ബോറും അതുപോലെ തന്നെ ബ്രോൺസിന്റെ ആ BR-ഉം Oയൊക്കെ ഉണ്ട്. ബ്രോൺസ് ബോക്സിങ്ങിനും BO ഉണ്ട് കേട്ടോ. അപ്പൊ ലവ്ലിന ബോർഗോഹെയിൻ ബ്രോൺസ്, ബോക്സിംഗ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എല്ലാം BO ഉണ്ട്. അടുത്തത് ബജ്രംഗ് പുനിയയ്ക്ക് റെസ്ലിംഗ് ആണ് കേട്ടോ. ഇവന്റ് ഏതാണ്? റെസ്ലിംഗ് ആണ്. ബ്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. PV സിന്ധുവിന് കിട്ടിയിട്ടുള്ളത് ബ്രോൺസ് ആണ്. ഇവന്റ് ബാഡ്മിന്റൺ അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ മെൻസ് ഹോക്കി ടീമിന് ബ്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. കോമൺവെൽത്ത് ഗെയിംസിൽ സിൽവർ ആണ് കിട്ടിയിട്ടുള്ളത്. തിരിഞ്ഞു വരുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ബെൽജിയം ആണ്. സെക്കൻഡ് വന്നിട്ടുള്ളത് ഓസ്ട്രേലിയ ആണ്. തേർഡ് ആണ് നമ്മുടെ ഇന്ത്യ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ഒരു ഓർഡർ മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബെൽജിയം, ഓസ്ട്രേലിയ, ഇന്ത്യ, ബായി എന്ന് ഓർത്താൽ മതി. BAI ബായി കേട്ടോ. അപ്പൊ ബെൽജിയം, ഓസ്ട്രേലിയ, ഇന്ത്യ. ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത് ജർമ്മനിനാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ടെന്നീസിലെ മെൻ സിംഗിൾസ് ഒളിമ്പിക്സ് വിന്നർ അലക്സാണ്ടർ സ്വരേവ് ആണ് കേട്ടോ. ജർമ്മനിക്കാരനാണ്. അപ്പൊ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് ടെന്നീസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ബഹളൊക്കെ വരില്ലേ, സ്വരമൊക്കെ വരില്ലേ, അങ്ങനെ നമുക്ക് സ്വരേവ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ജർമ്മനിക്കാരനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒന്നും കൂടെ പറയാം. നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് 7 മെഡലാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ. 1 സ്വർണം, 2 സിൽവർ, 4 ബ്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. സ്വർണം കിട്ടിയിട്ടുള്ള നീരജ് ചോപ്ര. ഈവന്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്? ജാവലിൻ ത്രോ ആണ്. ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ 87.58 മീറ്റർ ആണ്. എറിഞ്ഞിട്ടുള്ള 7 ഓഗസ്റ്റ് 2021 ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ നാഷണൽ ജാവലിൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. മെൻസിന്റെ 100 മീറ്റർ മാർസൽ ജേക്കബ്സ് ആണ്. മാറൂ എന്നൊക്കെ പറഞ്ഞ് ഓടിയെന്ന് ആലോചിക്കുക. വുമന്റെ 100 മീറ്റർ റേസ് എലൈൻ തോംസൺ ആണ്. എല്ല് പോലെ ഇരിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ആയെന്ന് ആലോചിക്കുക.
പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ മീരാബായ് ചാനു ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. രവികുമാർ ദാഹിയ റെസ്ലിംഗ് ആണ്. ലവ്ലീന ബോർഗോഹെയ്ൻ വെച്ചിട്ടുള്ള ബ്രോൺസ് ബോക്സിംഗ്. ബജ്രംഗ് പുനിയ റെസ്ലിംഗ് ആണ്. PV സിന്ധു ബാഡ്മിന്റൺ അല്ലെ. അതുപോലെ തന്നെ മെൻസ് ഹോക്കി ടീമിന് കിട്ടിയിട്ടുള്ളത് ബ്രോൺസ് ആണ്. പിന്നെ അതിന്റെ കോഡാണ് ബായ് എന്ന് ആലോചിക്കുക. ബെൽജിയം, ഓസ്ട്രേലിയ, ഇന്ത്യ. ഓക്കെ. ടെന്നീസ് മെൻ സിംഗിൾസ് ഒളിമ്പിക്സ് വിന്നർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അലക്സാണ്ടർ സ്വരേവ് ആണ്. നല്ല സ്വരം ഉണ്ടാക്കും ടെന്നീസ് കളിക്കുമ്പോൾ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കോമൺവെൽത്ത് ഗെയിംസിലെയും അതുപോലെ തന്നെ ടോക്കിയോ ഒളിമ്പിക്സിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിക്കറ്റ് ആണ്. അപ്പോൾ ഈ ക്രിക്കറ്റിനകത്ത് ഞാൻ ഓരോന്ന് പറയുമ്പോഴും ചെറിയ കോഡ്സുകൾ വെച്ച് കണക്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും, പക്ഷേ പെണ്ണുങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കാണുന്നൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻസ് കേട്ടോ. അപ്പോൾ വേറൊന്നും തോന്നരുത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം. രഞ്ജി ട്രോഫി 2022 കിട്ടിയിട്ടുള്ളത് മധ്യപ്രദേശിനാണ്. ഓക്കെ, മധ്യപ്രദേശ്. അപ്പോൾ മധ്യപ്രദേശിന് ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. രഞ്ജി ട്രോഫി 2022 കിട്ടിയിട്ടുള്ളത് മധ്യപ്രദേശ്. അപ്പോൾ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് രഞ്ജി ട്രോഫി എന്ന് പറയുമ്പോൾ രഞ്ജി എന്ന് പറയുമ്പോൾ നമുക്ക് സഞ്ചി ആലോചിക്കാം കേട്ടോ. അപ്പോൾ സഞ്ചിയിലൊക്കെയാണ് മദ്യം ഒക്കെ ഇട്ട് കൊണ്ടുവരണേ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. മധ്യപ്രദേശ്. ഓക്കെ, അപ്പോൾ രഞ്ജി ട്രോഫി 2022 കിട്ടിയിട്ടുള്ളത് മധ്യപ്രദേശാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് കിട്ടുന്നത്. അടുത്തത് ICC Under-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിന്നർ. ഓക്കെ, അത് ഇന്ത്യ ആണ്. ഓർത്ത് വെച്ചേക്കുക. ICC Under-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിന്നർ ഇന്ത്യയാണ്. ആരെയാണ് തോപ്പിച്ചത്? ഇംഗ്ലണ്ടിനെയാണ് തോപ്പിച്ചത്. എവിടെ നടന്നിരുന്നത്? വെന്യൂ എവിടെയാണ്? വെസ്റ്റ് ഇൻഡീസ് ആണ്. ഒന്നുകൂടെ പറയാം. ICC Under-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിന്നർ ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയാണ്. തോപ്പിച്ചത് ഇംഗ്ലണ്ടിനെയാണ്. എവിടെ നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് ICC അവാർഡ്സ് 2021 നോക്കാം കേട്ടോ. റേച്ചൽ ഹേഹോ ഫ്ലിൻറ്റ് ട്രോഫി ഫോർ ICC വുമൻസ് ക്രിക്കറ്റ് ഓഫ് ദി ഇയർ. ICC വുമൻസ് ക്രിക്കറ്റ് ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് സ്മൃതി മന്ദാനയാണ്. ആരാണ്? സ്മൃതി മന്ദാന. അതേസമയം സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി ഫോർ ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ഷഹീൻ അഫ്രീദി. ഓക്കെ, അപ്പോൾ 2021 ICC അവാർഡ്സിനകത്ത് ICC വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആരാണ്? സ്മൃതി മന്ദാന. ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആരാണ്? ഷഹീൻ അഫ്രീദി. ഇപ്പോൾ രണ്ടും S വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. സ്മൃതി മന്ദാനയും ഷഹീൻ അഫ്രീദി. ഓക്കെ, ICC അവാർഡ്സ് 2021. അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക. ICC അമ്പയർ ഓഫ് ദി ഇയർ മെറൈസ് എറാസ്മസ് ആണ്. ആരാണ്? മെറൈസ് എറാസ്മസ്. അപ്പോൾ എറിയുന്നതൊക്കെ നോക്കിയിരിക്കേണ്ട അമ്പയർ. അപ്പോൾ അങ്ങനെ എറാസ്മസ് എറിയുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് പറയാം. ക്രിക്കറ്റിനകത്ത് രഞ്ജി ട്രോഫി 2022 കിട്ടിയിട്ടുള്ളത് മധ്യപ്രദേശിനാണ്. ICC Under-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിന്നർ ഇന്ത്യയാണ്. ആരെയാണ് തോപ്പിച്ചത്? ഇംഗ്ലണ്ടിനെയാണ് തോപ്പിച്ചത്. വെന്യൂ എവിടെയാണ്? വെസ്റ്റ് ഇൻഡീസ് ആണ്. ICC അവാർഡ്സ് 2021 ICC വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ചോദിക്കുകയാണെങ്കിൽ സ്മൃതി മന്ദാന. ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഷഹീൻ അഫ്രീദിയാണ്. രണ്ടും S വെച്ചിട്ട് തന്നെ. ഓക്കെ, ICC അമ്പയർ ഓഫ് ദി ഇയർ ചോദിക്കുകയാണെങ്കിൽ മെറൈസ് എറാസ്മസ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത് നോക്കാം. വിജയ് ഹസാരെ ട്രോഫി 2021 വിന്നേഴ്സ് ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ. ആരാണ്? ഹിമാചൽ പ്രദേശ് ആണ്. 2020 വിന്നേഴ്സ് മുംബൈ ആണ്. 2020 മുംബൈയും 2021 ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം. നമുക്ക് ഹിമാലയൊക്കെ കീഴടക്കിയിട്ട് വിജയിച്ചു എന്ന് ആലോചിക്കുക കേട്ടോ. വിജയിച്ചു. ഓക്കെ, അപ്പോൾ ഹിമാലയം അങ്ങനെ നമുക്ക് ഹിമാചൽ പ്രദേശ് വിജയിച്ചു. വിജയ് ഹസാരെ. അതേപോലെ തന്നെ ഹിമാലയം എന്നൊക്കെ പറയുമ്പോൾ ഒരു മൗണ്ടൻ ഇങ്ങനെ ഒന്നുപോലെയൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് 2021 കണക്ട് ചെയ്യാം. 2020 ആണെങ്കിൽ മുംബൈ. ഓർത്ത് വയ്ക്കണേ, തെറ്റിക്കരുത്. അടുത്ത പോയിന്റ് നോക്കാം. തേർഡ് ബൗളർ ടു ടേക്ക് ഓൾ 10 വിക്കറ്റ്സ് ഇൻ ആൻ ഇന്നിങ്സ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അജാസ് പട്ടേൽ ആണ്. ന്യൂസിലാൻഡുകാരനാണ് കേട്ടോ. 10 വിക്കറ്റുകളും ടെസ്റ്റ് ക്രിക്കറ്റിൽ എടുത്തിട്ടുള്ള തേർഡ് ബൗളർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അജാസ് പട്ടേലാണ്. അപ്പോൾ ആദ്യത്തെ 2 ആൾക്കാർ ആരൊക്കെയാ? ഒന്ന് ജിം ലേക്കറും രണ്ടാമത്തത് അനിൽ കുംബ്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ ജിം ലേക്കർ എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ ജിമ്മിലൊക്കെ പോയി അത്യാവശ്യം നല്ല സൈസൊക്കെ ആയിട്ട് ബോൾ എറിഞ്ഞ് എല്ലാ വിക്കറ്റും 10 വിക്കറ്റും എടുത്തു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ജിം ലേക്കർ ആണ് ഫസ്റ്റ്. അടുത്ത് അനിൽ കുംബ്ലെ നമുക്ക് ആലോചിക്കാമല്ലോ. അനിൽ കുംബ്ലെ. മൂന്നാമത്തത് അജാസ് പട്ടേൽ ആണ് കേട്ടോ. അജാസ് പട്ടേൽ. അപ്പോൾ അവിടെ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് അജാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജാസ് ആലോചിക്കാം. ഈ ജാസ് ഒക്കെ കൊട്ടി ആൾക്കാരുടെ ശ്രദ്ധയൊക്കെ മാറ്റിയിട്ട് 10 വിക്കറ്റ് എടുത്തു എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? ജിം ലേക്കർ, അനിൽ കുംബ്ലെ, അജാസ് പട്ടേൽ കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. സായിദ് മുഷ്താഖ് അലി ട്രോഫി 2021 വിന്നേഴ്സ് തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ് സായിദ് മുഷ്താഖ് അലി ട്രോഫി 2021 വിന്നേഴ്സ്.
ഓക്കെ, അപ്പൊ നമുക്ക് കണക്ഷൻ ഉണ്ട്. സായിദ് എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് സായി പല്ലവിനെ ആലോചിക്കാം. സായി പല്ലവി തമിഴ്നാടല്ലേ, അല്ലെ? നേറ്റീവ് പ്ലേസ് തമിഴ്നാടാണ്, ഒരു തമിഴ് ചൊവ്വയ്ക്കയില്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സായിദ് മുഷ്താഖ് അലി ട്രോഫി 2021 വിന്നേഴ്സ് തമിഴ്നാട്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വനിതകൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കറിയാം ആണുങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അടുത്ത പോയിന്റ് നോക്കാം. T20 വേൾഡ് കപ്പ് 2021 മെൻസ് വിന്നർ ഓസ്ട്രേലിയ ആണ്. തോപ്പിച്ചിട്ടുള്ളത് ന്യൂസിലാൻഡിനെയാണ് കേട്ടോ. ജയിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയ, തോപ്പിച്ചത് ന്യൂസിലാൻഡിനെ. T20 ആണ്. വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം UAE ആണ് കേട്ടോ. അപ്പൊ T20 വേൾഡ് കപ്പ് 2021 മെൻസ് വിന്നർ ആരാണ്? ഓസ്ട്രേലിയ ആണ്. തോപ്പിച്ചത് ന്യൂസിലാൻഡിനെയാണ്. നടന്നിട്ടുണ്ടായിരുന്നത് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം UAE. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിക്കറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. രഞ്ജി ട്രോഫി 2022 കിട്ടിയിട്ടുള്ള മധ്യപ്രദേശിനാണ്. രഞ്ജി സഞ്ജി മധ്യവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ICC അണ്ടർ-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിന്നർ ഇന്ത്യ ആണ്. പിന്നെ ICC വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ സ്മൃതി മന്ദാന. ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ഷഹീൻ അഫ്രീദി. രണ്ടും എസ് വെച്ചിട്ട് തന്നെ. ICC അമ്പയർ ഓഫ് ദി ഇയർ ചോദിക്കുകയാണെങ്കിൽ മെറൈസ് എറാസ്മസ് ആണ്. വിജയ് ഹസാരെ ട്രോഫി 2021 വിന്നേഴ്സ് ആരാണ്? ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാലയം കീഴടക്കി കഴിഞ്ഞപ്പോൾ വിജയിച്ചു എന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ ഹിമാലയം 1 പോലെ എന്ന് ആലോചിക്കുക. അപ്പോൾ 2021 കിട്ടി. 2020 വിന്നേഴ്സ് മുംബൈ ആണ്. ഇനി തേർഡ് ബൗളർ ടു ടേക്ക് ഓൾ 10 വിക്കറ്റ്സ് ഇൻ ആൻ ഇന്നിങ്സ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ അജാസ് പട്ടേൽ ആണ് കേട്ടോ. അജാസ്. ഫസ്റ്റ് ജിം ലേക്കർ, സെക്കൻഡ് അനിൽ കുംബ്ലെ, തേർഡ് ആണ് അജാസ് പട്ടേൽ. അടുത്ത് സായിദ് മുഷ്താഖ് അലി ട്രോഫി 2021 വിന്നേഴ്സ് തമിഴ്നാടാണ്. അപ്പോൾ സായിദ് എന്ന് പറയുമ്പോൾ നമുക്ക് സായി പല്ലവിനെ ആലോചിക്കാം കേട്ടോ. അപ്പോൾ നേറ്റീവ് തമിഴ്നാടാണ്. T20 വേൾഡ് കപ്പ് 2021 മെൻസ് വിന്നർ ഓസ്ട്രേലിയ ആണ്. ന്യൂസിലാൻഡിനെ തോപ്പിച്ചു. വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. അടുത്ത പോയിന്റ് നോക്കാം. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ക്രിക്കറ്റർ ടു ബി പണിഷ് ഫോർ ഡോപ്പിംഗ്, അതായത് ഉത്തേജക മരുന്നൊക്കെ യൂസ് ചെയ്തതിന് പണിഷ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ വുമൺ ക്രിക്കറ്റർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അൻഷുല റാവു ആണ്. ആരാണ്? അൻഷുല റാവു. ഓക്കെ, അപ്പം ഈ ഉത്തേജക മരുന്നൊക്കെ ഈ ഷൂവിനകത്തൊക്കെ വെച്ചിട്ടാണ് പോയെന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അൻഷുല റാവു മധ്യപ്രദേശുകാരിയാണ്. അടുത്ത് നമുക്ക് നോക്കാം. ICC അവാർഡ്സ് ഓഫ് ദ ഡെക്കേഡ് 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ക്രിക്കറ്റിനകത്തുള്ള ബെസ്റ്റ് പ്ലെയേഴ്സിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് ICC അവാർഡ്സ് ഓഫ് ദി ഡെക്കേഡ് 2020 കേട്ടോ. അപ്പോൾ അത് ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം. സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് ഓഫ് ദ ഡെക്കേഡ് MS ധോണിയാണ് കേട്ടോ. സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് ഓഫ് ദി ഡെക്കേഡ് കിട്ടിയിട്ടുള്ളത് MS ധോണിക്കാണ്. അപ്പൊ നമ്മുടെ ലോകകപ്പ് നമുക്ക് നേടിത്തന്നത് MS ധോണിയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നല്ല സ്പിരിറ്റ് വേണമല്ലോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് ഓഫ് ദി ഡെക്കേഡ് MS ധോണിയാണ് കേട്ടോ. ഇനി സർ ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ഫോർ ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ്. ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് വിരാട് കോഹ്ലിയാണ്. ആരെയാണ്? വിരാട് കോഹ്ലി. ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ MS ധോണിക്ക് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡാണ്. വിരാട് കോഹ്ലി ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് കേട്ടോ. അടുത്ത് നോക്കാം. മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് വിരാട് കോഹ്ലിയാണ്. മെൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ചോദിക്കുകയാണെങ്കിൽ റഷീദ് ഖാൻ. മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആണെങ്കിൽ സ്റ്റീവ് സ്മിത്ത് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് സ്റ്റീവ് സ്മിത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് നമ്മൾ ഈ സ്റ്റൗ ഒക്കെ വാങ്ങുമ്പോണ്ടല്ലോ ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കും അല്ലെ, ബേണറൊക്കെ ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആണ് സ്റ്റൗ എന്ന് പറയുമ്പോൾ സ്റ്റീവ് ആലോചിക്കുക കേട്ടോ. സ്റ്റീവ് സ്മിത്ത് കിട്ടിയോ? അപ്പൊ സ്റ്റീവ് സ്മിത്ത് ആണ് മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ്. ഇനി T20 ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ചോദിക്കുകയാണെങ്കിൽ റഷീദ് ഖാൻ ആണ്. ആരാണ്? റഷീദ് ഖാൻ. അപ്പൊ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് T20 എന്ന് പറയുമ്പോൾ 20. ഓക്കെ, നമ്മൾ 20 മാർക്സ് കൊടുക്കുന്നത് നമ്മുടെ ഷാറൂഖ് ഖാൻ ആണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. 20 മാർക്സ് കൊടുക്കുന്നത് ഷാറൂഖ് ഖാൻ. അപ്പൊ അങ്ങനെ റഷീദ് ഖാൻ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. അടുത്തത് മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ്, അത് വിരാട് കോഹ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആണെങ്കിലും വിരാട് കോഹ്ലിയാണ്. അപ്പൊ അതേപോലെ തന്നെ മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആരാണ്? വിരാട് കോഹ്ലി. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. സ്പിരിറ്റ് ഓഫ് ദി ക്രിക്കറ്റ് അവാർഡ് ഓഫ് ദി ഡെക്കേഡ് MS ധോണി. സ്പിരിറ്റ് MS ധോണി ആയിട്ട് കണക്ട് ചെയ്യുക അല്ലെ. ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് വിരാട് കോഹ്ലി. മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ്, അതായത് വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് വിരാട് കോഹ്ലി. മെൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് റഷീദ് ഖാൻ. മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് സ്റ്റീവ് സ്മിത്ത്. അടുത്ത വുമൻസ് അവാർഡാണ് ക്രിക്കറ്റിൽ കേട്ടോ. അത് സിമ്പിളാണ്, ഒറ്റ ഒരാൾക്ക് തന്നെയാണ് കിട്ടിയിട്ടില്ല കേട്ടോ. എല്ലാതും നമുക്ക് ആർക്കാണെന്ന് നോക്കാം. റേച്ചൽ ഹേഹോ ഫ്ലിന്റ് അവാർഡ് ഫോർ ICC ഫീമെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആരാണ്? എലിസ പെറി ആണ് കേട്ടോ, ഓസ്ട്രേലിയ. വുമൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആണെങ്കിലും എലിസ പെറി. വുമൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് ആണെങ്കിലും എലിസ പെറി ആണ് കേട്ടോ. അപ്പൊ അതെല്ലാം എലിസ പെറി തന്നെ കേട്ടോ. ഓസ്ട്രേലിയ ആണ്, ഓർത്ത് വയ്ക്കണേ, ഓസ്ട്രേലിയ. എലി വന്ന് ഓസിന് കഴിച്ചിട്ട് പോകും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ എലിസ പെറി ഓസ്ട്രേലിയ എന്നുള്ളത് ഓർത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ.
ICC ഹാൾ ഓഫ് ഫെയിം ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ള ഒരു പേരാണ് വിനു മങ്കാദ്. ഈ മങ്കാദ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മങ്കാദിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂള് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ക്രിക്കറ്റ് ആണ്. അപ്പൊ വിനു മങ്കാദിന് ശേഷമാണ് ഈ ഒരു റൂള് ക്രിക്കറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത് നമുക്ക് ഫുട്ബോളിനെ നോക്കാം. ഓക്കെ, ഇപ്പൊ ഫുട്ബോളിനകത്തെ ഡ്യൂറന്റ് കപ്പ് 2022 കിട്ടിയിട്ടുള്ളത് ബംഗളൂരുവിനാണ്. ഫസ്റ്റ് ടൈം ആണ് കിട്ടുന്നത് കേട്ടോ ബാംഗ്ലൂരിന്. അതുപോലെ തന്നെ 2021 വിന്നേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഗോവ. 2022 ആണെങ്കിൽ ബംഗളൂരു ആണ്. 2021 വിന്നേഴ്സ് ഗോവ. അപ്പൊ ഞാൻ ഓർത്ത് വെച്ചേക്കണം ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുമ്പോണ്ടല്ലോ ഡ്യൂറന്റ്, ഡ്യൂറേഷൻ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ ഈ ബാംഗ്ലൂരൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ഭയങ്കര ട്രാഫിക് അല്ലേ, കുറേ ഡ്യൂറേഷൻ, കുറേ നേരം നമ്മളിങ്ങനെ ട്രാഫിക്കിൽ നിൽക്കേണ്ടി വരില്ലേ. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചേക്കാണ്. 2022 ഡ്യൂറന്റ് കപ്പ് വിന്നേഴ്സ് ആരാണ്? ബംഗളൂരു ആണ്. അതേസമയം 2021 വിന്നേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഗോവയാണ്. അപ്പൊ ഗോവയിൽ പോവുകയാണെങ്കിൽ നമ്മൾ കുറേ ഡ്യൂറേഷൻ, കുറേ നേരം നമുക്ക് ഇങ്ങനെ ഗോവയിൽ സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നും അല്ലെ. അപ്പൊ അങ്ങനെ 2021 വിന്നേഴ്സ് ഗോവയും 2022 ഡ്യൂറന്റ് കപ്പ് വിന്നേഴ്സ് ബംഗളൂരു കേട്ടോ. ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്തത് സാഫ് അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് വിന്നർ ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയാണ്, അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് വിന്നേഴ്സ് ആണ് ഇന്ത്യ കേട്ടോ. എവിടെ നടന്നിട്ടുണ്ടായിരുന്ന വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ശ്രീലങ്കയാണ്. അപ്പൊ സാഫ് എസ് വെച്ചിട്ട് തന്നെ വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ശ്രീലങ്കയാണ്. അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് വിന്നർ ഇന്ത്യയാണ്. അടുത്ത് ശ്രദ്ധിക്കുക, ഫിഫ ഫുട്ബോൾ അവാർഡ്സ് 2021 ദ ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ആരാണ്? റോബർട്ട് ലെവൻഡോസ്കി ആണ്. ഓക്കെ, റോബർട്ട് ലെവൻഡോസ്കി. ഫിഫ വുമൺസ് പ്ലെയർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അലക്സിയ പുറ്റേലാസ് ആണ്. അലക്സിയ പുറ്റേലാസ്. അപ്പൊ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് ഫിഫ മെൻസ് പ്ലെയർ ആണ് അല്ലെ. അപ്പം റോബർട്ട് ലെവൻഡോസ്കി. അപ്പൊ ലെവൻഡോസ്കി 11 പേരുടെ കളി ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചു എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിഫ മെൻസ് ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ആയി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ റോബർട്ട് ലെവൻഡോസ്കി. ഇനി ഫിഫ വുമൺസ് പ്ലെയർ ചോദിക്കുകയാണെങ്കിൽ അലക്സിയ പുറ്റേലാസ് ആണ്. അപ്പൊ നല്ലൊരു ലക്ഷ്യത്തോടെയാണ് കളിച്ചതെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫിഫ വുമൺസ് പ്ലെയർ ആയി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അലക്സിയ ലക്ഷ്യത്തോടെയാണ് കളിച്ചതെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫിഫ ഫെയർ പ്ലേ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീമിനാണ്. ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീം. അപ്പൊ ഫെയർ പ്ലേ എന്ന് പറയുമ്പോണ്ടല്ലോ ഫെയർ ആയിട്ട് കളിച്ചുകൊണ്ട് തന്നെ നല്ല മാർക്ക് കിട്ടിയെന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പൊ ഡെൻമാർക്കാണ് കേട്ടോ. ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീം. അപ്പൊ ഒന്നും കൂടെ പറയാം, ഫുട്ബോൾ ഡ്യൂറന്റ് കപ്പ് 2022 വിന്നേഴ്സ് ബാംഗ്ലൂരു അല്ലെ, ഡ്യൂറേഷൻ ആയിട്ട് കണക്ട് ചെയ്യുക ബാംഗ്ലൂരു. 2021 ആണെങ്കിൽ ഗോവ. സാഫ് അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് വിന്നർ ഇന്ത്യയാണ്. നടന്നിട്ടുള്ളത് ശ്രീലങ്ക അല്ലെ, എസ് വെച്ചിട്ട് തന്നെ ശ്രീലങ്ക. ഫിഫ ഫുട്ബോൾ അവാർഡ്സ് 2021 ഫിഫ മെൻസ് പ്ലെയർ, ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ചോദിക്കുകയാണെങ്കിൽ റോബർട്ട് ലെവൻഡോസ്കി. 11 പേരുടെ കളി ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചു എന്ന് ആലോചിക്കുക. ദ ബെസ്റ്റ് ഫിഫ വുമൺസ് പ്ലെയർ ചോദിക്കുകയാണെങ്കിൽ അലക്സിയ പുറ്റലേസ് ആണ്. ഒരു നല്ല ലക്ഷ്യത്തോടെയാണ് കളിച്ചതെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ ഫിഫ ഫെയർ പ്ലേ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീം. അപ്പൊ ഫെയർ ആയിട്ട് കളിച്ചുകൊണ്ട് തന്നെ നല്ല മാർക്ക് കിട്ടിയെന്ന് ആലോചിക്കുക. ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീം. അടുത്ത് നമുക്ക് ബാലൻഡിയർ പുരസ്കാരം നോക്കാം കേട്ടോ. 2021 ബാലൻഡിയർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് മെന്നിനകത്ത് ലയണൽ മെസ്സിക്കാണ്. അർജന്റീനയാണ്. ക്ലബ് ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ചെൽസി ആണ് കേട്ടോ. അപ്പോൾ ചെൽസി ഫുട്ബോൾ ടീമാണ്. ക്ലബിന്റെ സി വെച്ചിട്ട് തന്നെ, ചെൽസിയുടെ സി വെച്ചിട്ട് തന്നെ കേട്ടോ. ഓർത്ത് വയ്ക്കുക, ക്ലബ് ഓഫ് ദി ഇയർ ചെൽസി ഫുട്ബോൾ ടീം. അടുത്ത പോയിന്റ്, യഷിൻ ട്രോഫി ഫോർ ബെസ്റ്റ് ഗോൾ കീപ്പർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജിയാൻ ലൂഗി ഡോണറൂമയാണ് കേട്ടോ. ഡോണറൂമയാണ്. അപ്പൊ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് ഈ ഗോൾ കീപ്പർ ഇങ്ങനെ ബോളൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോണ്ടല്ലോ, ഗോൾ കീപ്പർ ബോളൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ആ ഒരു സന്തോഷം കാരണം ബോളിനൊക്കെ ഒരു ഉമ്മ കൊടുത്തിട്ടൊക്കെ അങ്ങനെ വിടാറില്ലേ. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഡോണറൂമയാണ് കേട്ടോ. യഷിൻ ട്രോഫി ഫോർ ബെസ്റ്റ് ഗോൾ കീപ്പർ ആണ് ഡോണറൂമ. ഇറ്റലിക്കാരനാണ് കേട്ടോ, അതും കൂടെ ഓർത്ത് വെച്ചേക്കണേ, ഇറ്റലി. ഇനി ബാലൻഡിയർ വുമൺ ആണ് അലക്സിയ പുറ്റലാസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നല്ല ലക്ഷ്യത്തോടെയൊക്കെയാണ് കളിച്ചതെന്നൊക്കെ പറഞ്ഞില്ലേ. അലക്സിയ പുറ്റലാസ് സ്പെയിൻ ആണ് കേട്ടോ, സ്പെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ബാലൻഡിയർ പുരസ്കാരം കിട്ടിയുള്ള ലയണൽ മെസ്സി. ക്ലബ് ഓഫ് ദി ഇയർ സി വെച്ചിട്ട് തന്നെ ചെൽസി. യാഷിൻ ട്രോഫി ഫോർ ബെസ്റ്റ് ഗോൾ കീപ്പർ ഡോണറൂമയാണ്. ബാലൻഡിയർ പുരസ്കാരം കിട്ടിയിട്ടുള്ള വുമൺ ആരാണ്? അലക്സിയ പുറ്റലാസ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഫിഫ അണ്ടർ-17 വുമൺസ് വേൾഡ് കപ്പ് 2022 അതിലെ വിന്നർ സ്പെയിൻ ആണ്. ഓക്കെ, സ്പെയിൻ ആണ്. വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 3 സ്ഥലങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത് കേട്ടോ. എവിടെയൊക്കെയാണ്? ഒഡീഷ, ഗോവ, മഹാരാഷ്ട്ര. ഓക്കെ, അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓ മൈ ഗോഡ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം. OMG കേട്ടോ. OMG, ഒഡീഷയുടെ O, M എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര, G എന്ന് പറഞ്ഞാൽ ഗോവ. ഓക്കെ, അപ്പൊ വിന്നർ സ്പെയിൻ ആണ്. സ്പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെയിൻ ആലോചിക്കാമല്ലോ. അപ്പൊ പെയിൻ ഒക്കെ വരുമ്പോഴല്ലേ നമ്മൾ ഓ മൈ ഗോഡ് എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഒഡീഷ, പിന്നെ മഹാരാഷ്ട്ര, ഗോവ കേട്ടോ. അണ്ടർ-17 വുമൺസ് വേൾഡ് കപ്പ് ആണ്. അപ്പം
അപ്പൊ ഈ ഫുട്ബോളൊക്കെ മുഖത്തൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കില്ലേ, പ്രത്യേകിച്ച് വുമന്റെ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഫിഫ അണ്ടർ-17 വുമൻസ് വേൾഡ് കപ്പ് 2022 വിന്നേഴ്സ് ആണ് സ്പെയിന്. വെന്യൂ ഇന്ത്യ ആണ് കേട്ടോ. അതിന്റെ മാസ്കറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇബ എന്ന് പറഞ്ഞിട്ടുള്ള ഏഷ്യാറ്റിക് ലയണസ് ആണ് കേട്ടോ. ഇബ എന്ന് പറഞ്ഞിട്ടുള്ള ഏഷ്യാറ്റിക് ലയണസ്. അടുത്തത് യൂറോ കപ്പ് 2020 വിന്നർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റലിയാണ്. യൂറോ കപ്പ് കേട്ടോ. യൂറോ കപ്പ് 2020 വിന്നർ ഇറ്റലി. ഒന്ന് പഠിച്ചു വയ്ക്കണേ. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഡോണറുമ്മ അല്ലെ, നമ്മുടെ ഗോൾ കീപ്പർ. അപ്പൊ ഫസ്റ്റ് ഗോൾ കീപ്പർ ടു വിൻ ദി അവാർഡ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റലിക്കാരനാണ് ഡോണറുമ്മ. ഓക്കെ, അപ്പൊ യൂറോ കപ്പ് 2020 വിന്നർ ചോദിക്കുകയാണെങ്കിൽ ഇറ്റലിയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ഡോണറുമ്മ ഇറ്റലി. ഫസ്റ്റ് ഗോൾ കീപ്പർ ടു വിൻ ദി അവാർഡ് ആണ് കേട്ടോ. അടുത്തത് കോപ്പ അമേരിക്ക 2021 വിന്നർ അർജന്റീനയാണ്. ക്യാപ്റ്റൻ ലയണൽ മെസ്സി ആയിരുന്നു കേട്ടോ. കോപ്പ അമേരിക്ക 2021 വിന്നർ. നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പ അമേരിക്ക എന്ന് പറയുമ്പോണ്ടല്ലോ കോപ്പ് ആലോചിക്കാം. കോപ്പ് എന്നൊക്കെ പറഞ്ഞ പോലീസ് അല്ലേ. അപ്പൊ ഈ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പോലീസിനെ വിളിക്കുന്ന ആലോചിക്കാമല്ലോ, കോപ്പിനെ വിളിക്കുന്ന ആലോചിക്കാം അല്ലെ. അപ്പൊ കോപ്പ അമേരിക്ക 2021 വിന്നേഴ്സ് ആണ് അർജന്റീന. ക്യാപ്റ്റൻ ലയണൽ മെസ്സി. അടുത്ത ബാസ്കറ്റ് ബോൾ ആണ്. അവിടെ ജസ്റ്റ് നമുക്ക് ഒരു കുഞ്ഞു പോയിന്റ് ഓർക്കാനുള്ളൂ. 71ാമത്തെ സീനിയർ നാഷണൽ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് ഫോർ മെൻ ആൻഡ് വുമൺ. അതിലെ മെൻസ് വിന്നർ തമിഴ്നാടു ആണ്. വുമൺസ് വിന്നർ ഇന്ത്യൻ റെയിൽവേസ് ആണ്. ഓക്കെ, അപ്പൊ ബാസ്കറ്റ് ബോൾ എന്ന് പറയുമ്പോണ്ടല്ലോ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോണ സമയത്ത് കണ്ടിട്ടില്ലേ, ഈ ബാസ്കറ്റിൽ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് തമിഴ്നാട്ടിൽ പോണ സമയത്ത് ബാസ്കറ്റിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കും എന്നൊക്കെ ആലോചിക്കാം കേട്ടോ. അപ്പൊ മെൻസ് വിന്നർ ആണ് തമിഴ്നാട്. വുമൺസ് വിന്നർ ഇന്ത്യൻ റെയിൽവേസ്. നമ്മുടെ ട്രെയിനിൽ പോകുമ്പോഴും ബാസ്കറ്റിൽ ഇട്ട് വിൽക്കണമായിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഫുട്ബോളിന്റെ ഡ്യൂറൻ കപ്പ് 2022 വിന്നേഴ്സ് ബാംഗ്ലൂരു ആണ്, അല്ല ഡ്യൂറേഷൻ ബാംഗ്ലൂര്. അതുപോലെ തന്നെ 2021 വിന്നർ ചോദിക്കുകയാണെങ്കിൽ ഗോവയാണ്. പിന്നെ സാഫ് അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് വിന്നർ ഇന്ത്യയാണ്, ഓർത്തു വെച്ചേക്കുക. പിന്നെ ദ ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ റോബർട്ട് ലെവൻഡോസ്കി. 11 പേരുടെ കളി ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചു എന്ന് ആലോചിക്കാം. ദ ബെസ്റ്റ് ഫിഫ വുമൻസ് പ്ലെയർ അലക്സിയ പുറ്റലാസ്. ഓക്കെ, നല്ല ലക്ഷ്യത്തോടെയാണ് കളിച്ചതെന്ന് ആലോചിക്കാം. ഫിഫ ഫെയർ പ്ലേ അവാർഡ് ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീം. അപ്പോൾ ഫെയർ പ്ലേ ആണ്, ഫെയർ പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല മാർക്ക് കിട്ടിയെന്ന് ആലോചിക്കുക. ഡെൻമാർക്ക് നാഷണൽ ഫുട്ബോൾ ടീം. അതുപോലെ തന്നെ ബാലൻഡിയോർ 2021 മെന്ന് ലയണൽ മെസ്സി ആണ്. ക്ലബ് ഓഫ് ദി ഇയർ ചോദിക്കുകയാണെങ്കിൽ സി വെച്ചിട്ടുണ്ട് ചെൽസി. അതേപോലെ തന്നെ യാഷിൻ ട്രോഫി ഫോർ ബെസ്റ്റ് ഗോൾ കീപ്പർ ആരാണ്? ഡോണറുമ്മയാണ്. ബാലൻഡിയോർ വുമൺ ചോദിക്കുകയാണെങ്കിൽ അലക്സിയ പുറ്റിലെസ് ആണ്. ഫിഫ അണ്ടർ-17 വുമൺസ് വേൾഡ് കപ്പ് 2022 വിന്നർ സ്പെയിൻ ആണ് അല്ലെ. വുമന്റെ മേത്ത് ബോൾ കൊണ്ടുകഴിഞ്ഞാൽ നല്ല പെയിൻ വരും. അപ്പൊ എന്ത് പറ്റും? ഓ മൈ ഗോഡ് എന്ന് പറയും. അപ്പൊ ഇന്ത്യനകത്തുള്ള ഓ മൈ ഗോഡ് ആണ് ഒഡീഷ. ഓ വെച്ചിട്ടുള്ള ഒഡീഷ, പിന്നെ എം വെച്ചിട്ടുള്ള മഹാരാഷ്ട്ര, ഗോഡിന്റെ GOA കേട്ടോ. അങ്ങനെ ഓർത്ത് വെക്കുക. മാസ്കറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇബ ആൻഡ് ഏഷ്യാറ്റിക് ലയണസ് ആണ്. പിന്നെ യൂറോ കപ്പ് 2020 വിന്നേഴ്സ് ഇറ്റലിയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ഡോണറുമ്മയാണ്. അതുപോലെ തന്നെ കോപ്പ അമേരിക്ക 2021 വിന്നേഴ്സ് അർജന്റീനയാണ്. അർജന്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പോലീസിനെ വിളിക്കും, കോപ്സിനെ വിളിക്കും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. ബാസ്കറ്റ് ബോൾ മെൻസ് വിന്നർ തമിഴ്നാടു, വുമൻസ് വിന്നർ ഇന്ത്യൻ റെയിൽവേസ്. അടുത്ത് നമുക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 2021 നോക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് ഞാൻ പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നീരജ് ചോപ്ര ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ അത്ലറ്റിക്സ് ആണ് അല്ലെ, ജാവലിൻ ത്രോ. ഇനി രവികുമാർ ദാഹിയ ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റെസ്ലിംഗ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു റെസ്ലിംഗ് ഒക്കെ കഴിയുമ്പോൾ ഭയങ്കര ദാഹമൊക്കെ ആയിരിക്കും, അങ്ങനെ ദാഹിയ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. രവികുമാർ ദാഹിയ റെസ്ലിംഗ് ആണ്. അടുത്ത ലവ്ലീന ബോർഗോഹെൻ ഇവന്റ് ചോദിക്കുകയാണെങ്കിൽ ബോക്സിംഗ് ആണ് കേട്ടോ. ബോക്സിംഗ് ആണ്. ലവ്ലീന ബോർഗോഹെൻ ബോക്സിംഗ്. ബോർഗോഹെൻ ബോ വെച്ചിട്ട് തന്നെ ബോക്സിംഗ്. പിന്നെ ശ്രീജേഷ് PR ഹോക്കി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ, ശ്രീജേഷ് ഹോക്കി. അടുത്തത് ആവ്നി ലഖേരയാണ് കേട്ടോ. ആവ്നി ലഖേര ഇവന്റ് ചോദിക്കുകയാണെങ്കിൽ പാരാഷൂട്ടിംഗ് ആണ്. ഏതാണ്? പാരാഷൂട്ടിംഗ്. അപ്പൊ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കറക്റ്റ് ആയിട്ട് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് പോയിന്റിൽ ഷൂട്ട് ചെയ്യും അല്ലെ, ലക്ക് ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ നമുക്ക് ലഖേര ലക്കുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ആവ്നി ലഖേര പാരാഷൂട്ടിംഗ് ആണ് കേട്ടോ. അപ്പൊ ലക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമെന്ന് ആലോചിക്കാം. അടുത്തത് സുമിത് ആഞ്ചൽ ആണ്. പാരാ അത്ലറ്റിക്സ് ആണ്, ജാവലിൻ ത്രോ തന്നെയാണ് കേട്ടോ. സുമിത് ആഞ്ചൽ ഏതാണ്? പാരാ അത്ലറ്റിക്സ് ആണ്, ജാവലിൻ ത്രോ. അപ്പം നമ്മുടെ ആന്റിൽ എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് ആന്റിനെയൊക്കെ ആലോചിക്കാം. ആന്റിനെയൊക്കെ ഈ ജാവലിൻ ത്രോ പോലെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ സുമിത് ആഞ്ചൽ ജാവലിൻ ത്രോ ആണ്. പിന്നെ രണ്ടുപേര്, അതായത് പ്രമോദ് ഭഗതും കൃഷ്ണ നഗറും, രണ്ടുപേരും പാരാ ബാഡ്മിന്റൺ ആണ് കേട്ടോ. പാരാ ബാഡ്മിന്റൺ. അപ്പൊ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബാഡ് ആയിട്ടുള്ള സമയമൊക്കെ വരുമ്പോണ്ടല്ലോ അപ്പോഴല്ലേ നമ്മൾ ഭഗവാനെയും അതുപോലെ തന്നെ കൃഷ്ണനെയൊക്കെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ബാഡ്മിന്റൺ, പാരാ ബാഡ്മിന്റൺ, ഭഗവാന്റെ ഭഗതും പ്രമോദ് ഭഗതും കൃഷ്ണ നഗറുമായിട്ട് കണക്ട് ചെയ്യാം.
അടുത്തത് മനീഷ് നർവാൽ ആണ്. മനീഷ് നർവാൽ പാരാഷൂട്ടിംഗ് ആണ് കേട്ടോ. അപ്പൊ മനുഷ്യൻ ഒക്കെ അല്ലേ ഷൂട്ട് ചെയ്യുന്നത് അല്ലെ, മനുഷ്യന്മാരെയൊക്കെ അല്ലേ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ മനീഷ് നർവാൽ പാരാഷൂട്ടിംഗ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. അടുത്തത് മിതാലി രാജ്, നിങ്ങൾക്ക് അറിയാം ക്രിക്കറ്റ് ആണ്. മിതാലി രാജ് ക്രിക്കറ്റ്, സുനിൽ ഛേത്രി ഫുട്ബോള്, മൻപ്രീത് സിംഗ് ഹോക്കി. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം. നീരജ് ചോപ്ര നമ്മുടെ ജാവലിൻ ത്രോ ആണ്, അത്ലറ്റിക്സ് ആണ്. രവികുമാർ ദാഹിയ റെസ്ലിംഗ് കഴിയുമ്പോൾ ദാഹിക്കും. ലവ്ലീന ബോർഗോഹെൻ ബോ വെച്ചിട്ട് തന്നെ ബോക്സിങ്. ശ്രീജേഷ് ഹോക്കിയാണ്. അവനി ലഖേര ലക്ക് ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യും, പാരാഷൂട്ടിംഗ്. സുമിത് ആന്റിൽ, അപ്പൊ ആന്റിനെ പോലെ ഇരിക്കും നമ്മുടെ ജാവലിൻ ത്രോ അല്ലെ. പ്രമോദ് ഭഗതും കൃഷ്ണ നഗറും, ഭഗവാനും കൃഷ്ണനെയൊക്കെ നമ്മൾ ബാഡ് ടൈംസിലാണ് വിളിക്കുക. അപ്പൊ പാരാ ബാഡ്മിന്റൺ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. മനീഷ് നർവാൽ എന്ന് പറയുമ്പോൾ പാരാഷൂട്ടിംഗ് ആണ്. അപ്പൊ മനുഷ്യനാണ് ഷൂട്ട് ചെയ്യാൻ ആലോചിക്കുക കേട്ടോ. മനീഷ് നർവാൽ പാരാഷൂട്ടിംഗ്, മിതാലി രാജ് ക്രിക്കറ്റ്, സുനിൽ ഛേത്രി ഫുട്ബോൾ, മൻപ്രീത് സിംഗ് ഹോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേദികളാണ് കേട്ടോ, വെന്യൂസ് ആണ്. നമ്മുടെ ഏഷ്യൻ ഗെയിംസിൻ്റെയും കോമൺവെൽത്ത് ഗെയിംസിൻ്റെയും അതേപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒക്കെ വേദികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ചെറിയ ചെറിയ കോഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ PSCയുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാത്രമല്ല, കുറച്ച് പഴക്കമുള്ളതും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ സെറ്റാക്കിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏഷ്യൻ ഗെയിംസ് നോക്കാം. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത് 1951 കേട്ടോ. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്, നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഏത് വർഷമാണ്? 1951 ന്യൂഡൽഹിയിൽ. പിന്നെ ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യയിൽ തന്നെ, അതായത് ന്യൂഡൽഹിയിൽ തന്നെ 1982 നടന്നിട്ടുണ്ട്. ഓക്കെ, അത് 9th ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് വർഷം? ആദ്യത്തെ വർഷം 1951 ന്യൂഡൽഹിയിൽ. അതേപോലെ തന്നെ അടുത്ത വർഷം ഏതാ? 1982, അതും ന്യൂഡൽഹിയിൽ തന്നെ. പക്ഷേ 9ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്. അപ്പോൾ ന്യൂഡൽഹിയിലായതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. രണ്ടും ന്യൂഡൽഹിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഇനി വർഷം ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം. ആദ്യത്തെ 1951 ഓർത്ത് വയ്ക്കണം, ഫസ്റ്റ് അല്ലേ, അപ്പം 1 വെച്ചിട്ട് തന്നെയാണ് അവസാനിക്കണേന്ന് ആലോചിക്കുക. പിന്നെ 9ാമത്തെ വരുന്നത് 1982. അപ്പോൾ 5 ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 8 പോലെ ആക്കിക്കൂടെ? അതേപോലെ തന്നെ 1 മാറ്റിക്കഴിഞ്ഞാൽ 2 ആയിട്ട് എഴുതിക്കൂടെ? അപ്പോൾ അത് 2 ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ ഏതൊക്കെ വർഷങ്ങളാണ് നടന്നിട്ടുള്ള ഏഷ്യൻ ഗെയിംസ്? 1951 1982 കേട്ടോ. ഇനി 18ാമത്തെ, അതായത് 2018 18ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത്. എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യയിലാണ് കേട്ടോ. എവിടെയാണ്? ഇന്തോനേഷ്യ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ്? ആദ്യത്തെ നടന്നിട്ടുള്ളത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ 9ാമത്തെ നടന്നിട്ടുള്ളതും നമ്മുടെ ന്യൂഡൽഹിയിലാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് 18ാമത്തെ തൊട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ത്യയിലായതുകൊണ്ടാണ് 2 നമ്മൾ പഠിച്ചത്, ന്യൂഡൽഹി വെച്ചിട്ടുള്ള 2 വർഷം നമ്മൾ പഠിച്ചത്. ഇനി 18ാമത്തെ എന്ന് പറയുമ്പോൾ ഇന്ത്യ പോലെ തന്നെ ഇന്തോനേഷ്യ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇന്ത്യ പോലെ തന്നെ ഇന്തോനേഷ്യ, ഇത്രയും നമ്മൾ പഠിക്കുന്നുള്ളൂ കേട്ടോ. അതിനിടയിലുള്ള വർഷങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. പിന്നെ 4 വർഷം കൂടുമ്പോഴാണല്ലോ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ്. അടുത്ത തൊട്ട് ഞാനൊരു കോഡ് പറയാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഹായ് ഡോറ എന്ന് ആലോചിക്കുക. നമ്മുടെ ഡോറ ബുജി ഇല്ലേ, ഹായ് ഡോറ, കാർട്ടൂൺ ക്യാരക്ടർ കേട്ടോ. ഹായ് ഡോറ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. ഹായിനകത്തുള്ള H എന്ന് പറഞ്ഞാൽ ഹാങ്സോ ആണ്, ചൈനയല്ല, ഹാങ്സോ. ഇനി HAI അല്ലേ, ഇനി AI എന്താ? ഐച്ചി നഗോയ, എവിടെയാണ്? ജപ്പാനിലാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഡോറ, അതിനകത്ത് ഡോ ആണ്. ഡോ എന്ന് പറയുന്നത് ഡോഹയാണ്. പിന്നെ 6 അല്ലേ, ഡോറേനകത്ത് 6 ആണ് കേട്ടോ. അപ്പം 6 വെച്ചിട്ട് റിയാദ് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേ. ഏഷ്യൻ ഗെയിംസിൻ്റെ ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലായിരുന്നു, അല്ല ഇന്ത്യയിലാണ്, 1951. പിന്നെ 9ാമതാണ് നടന്നിട്ടുള്ളത്, അത് 1982. 5 മാറിയിട്ട് എന്തായിട്ട് മാറി? 8 ആയിട്ട് മാറി. 1 മാറിയിട്ട് 2 ആയിട്ട് മാറി. അതും ന്യൂഡൽഹിയിൽ തന്നെയാണ്, അതായത് ഇന്ത്യയിൽ. പിന്നെ 18ാമത്തെയാണ്, അത് ഇന്ത്യ പോലെ തന്നെ ഇന്തോനേഷ്യ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതാണ് നമ്മൾ കോഡ് വെച്ചിട്ട് സെറ്റാക്കിയത് കേട്ടോ. എന്താണ്? നമ്മുടെ ഹായ് ഡോറ എന്നുള്ള രീതിയിൽ ഹാങ്സോ, ഐച്ചി നഗോയ, ഡോഹ, റിയാദ്. അടുത്ത് നമുക്ക് ഫിഫ വേൾഡ് കപ്പിൻ്റെ നോക്കാം കേട്ടോ. ഫിഫ വേൾഡ് കപ്പിൻ്റെ ആദ്യമായിട്ട് ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത് 1930 കേട്ടോ. ഉറുഗ്വേയിലായിരുന്നു. വിന്നേഴ്സ് ഉറുഗ്വേ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കോഡ് വെച്ചിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നടന്നിട്ടുള്ളത് 2014 മുതലുള്ള ആട്ടം നമ്മൾ നോക്കുന്നത്. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഫിഫ വേൾഡ് കപ്പ്. 2014 ബ്രസീലിലാണ് നടന്നിട്ടുള്ളത്. വെന്യൂ ബ്രസീലാണ്. ജയിച്ചിട്ടുള്ളത് ജർമ്മനിയാണ് കേട്ടോ. 2018 4 വർഷത്തിന് ശേഷം റഷ്യയിലാണ് നടന്നിട്ടുള്ളത്. വിന്നേഴ്സ് ഫ്രാൻസ് ആണ്. 2022 അതായത് ഈ വർഷം ഖത്തറിലാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. 2026 കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, ഇവിടെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇനി ഇത് ഓർക്കാനുള്ള കോഡ് പറയാം കേട്ടോ. അത്ര നല്ല കോഡൊന്നുമല്ല, പക്ഷെ നമുക്ക് എക്സാമിന് എങ്ങനെയെങ്കിലുമൊക്കെ മാർക്ക് കിട്ടണം, അതിനുവേണ്ടി മാത്രം പറയുന്നതാണ്. ഒരു ബാർബിക്യൂ എന്നൊക്കെ നമുക്കറിയില്ലേ, ബാർബിക്യൂ ചിക്കൻ. ഒരു ബാർബിക്യൂ ചിക്കൻ
വന്നുവിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് ആലോചിക്കുക, കെയുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു അതാണ് നമ്മുടെ ഉറുഗ്വേ കേട്ടോ, ഉറുഗ്വേ. പിന്നെ ബാർബിക്യൂവിൻ്റെ ബി വെച്ചിട്ടാണ് ബ്രസീൽ, ആറ് വെച്ചിട്ട് റഷ്യ, പിന്നെ ഖത്തർ. BRQ എന്ന് ആലോചിക്കണേ, BRQ. ഓക്കെ, ബ്രസീൽ, റഷ്യ, ഖത്തർ. പിന്നെ കെയുമാണ് നമ്മുടെ സി വെച്ചിട്ടുള്ള കാനഡ, എ വെച്ചിട്ടുള്ള അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക, പിന്നെ ME ആണ്, മെക്സിക്കോ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബാർബിക്യൂ കെയിം എന്നുള്ള രീതിയിൽ ആലോചിക്കും. അപ്പോൾ ഫിഫ വേൾഡ് കപ്പാണ്. ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഫുട്ബോളാണ് അല്ലേ. ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോൾ ബാർബിക്യൊക്കെ കഴിച്ചിട്ട് നല്ല ശക്തിയോടെയൊക്കെ നമുക്ക് കളിക്കണം, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ കോഡാണ് ഒരു ബാർബിക്യൂ ഗെയിം കേട്ടോ. ഇനി ഇതിനകത്ത് വേണമെങ്കിലുണ്ടല്ലോ ആര് ജയിച്ചു, ഏത് വർഷം ആരൊക്കെ ജയിച്ചു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, 1930 ഉറുഗ്വേയിലാണ് നടന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ ഒരു കേട്ടോ. അപ്പോൾ ജയിച്ചിട്ടുള്ളത് ഉറുഗ്വേ തന്നെയാണ്. അപ്പോൾ അത് ആലോചിക്കാമല്ലോ. ഇനി 2014 നടന്നിട്ടുള്ളത് ബ്രസീലിലാണ്, ജയിച്ചിട്ടുള്ളത് ജർമ്മനിയാണ്. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർക്ക്, മെനി ആൾക്കാർക്ക് സീൽ ഇതൊക്കെ കിട്ടിയെന്ന് ആലോചിക്കുക കേട്ടോ. നമ്മൾ ഈ പ്രാക്ടിക്കൽ ബുക്കിലൊക്കെ സീൽ കിട്ടില്ലേ, അങ്ങനെ കുറേ മെനി ആൾക്കാർക്ക്, അതാണ് നമ്മുടെ ജർമ്മനി, മെനി ആൾക്കാർക്ക് സീൽ കിട്ടിയെന്ന് ആലോചിക്കുക, ബ്രസീലാണ്. ഓക്കെ, അടുത്ത റഷ്യ, അവിടുത്തെ വിന്നേഴ്സ് എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. അപ്പം ഫ്രാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫാൻസ് ആലോചിക്കാം. ഓക്കെ, അപ്പം ഫാൻസിൻ്റെ ഒക്കെ ഒരു റഷാണെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. ഏതെങ്കിലും സെലിബ്രിറ്റിയൊക്കെ വരുന്ന സമയത്ത് ഫാൻസിൻ്റെ ഒക്കെ ഒരു റഷായിരുന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ റഷ്യ, അവിടുത്തെ വിന്നേഴ്സ് ആരാണ്? ഫ്രാൻസ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടണം എന്നില്ല, നിങ്ങൾ റിവൈസ് ചെയ്തൊക്കെ ഒന്ന് നോക്കുക കേട്ടോ, കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണേ. അടുത്ത് നമുക്ക് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നോക്കാം. ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയിട്ടുള്ളത് ഏത് വർഷമായിരുന്നു? 1930 അല്ലേ. അതേ വർഷം തന്നെയാണ് കോമൺവെൽത്ത് ഗെയിംസും. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഫുട്ബോളാണല്ലോ. അപ്പോൾ ഫുട്ബോളിൻ്റെ ആ ഒരു ബോൾ പോലെ തന്നെ 0 തന്നെയാണ് കേട്ടോ അതിൻ്റെ വർഷം വരുന്നത്, 1930. ഓക്കെ, അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസും 1930 തന്നെയാണ് കേട്ടോ. പിന്നെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആ ഒരു പേര് വരുന്നതിനേക്കാളും മുമ്പ് ഈ ഗെയിംസിൻ്റെ പേര് എംപയർ ഗെയിംസ് എന്നായിരുന്നു. എന്താണ്? ഇന്റർ എംപയർ ഗെയിംസ് എന്നായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലേക്ക് വന്നിട്ടുള്ളത്. ഇനി അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചല്ലോ എവിടെയാണ്? 1930 ഹാമിൽട്ടൺ ആണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ലാസ്റ്റ് കണക്ട് ചെയ്ത് പറയാം, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകണം കേട്ടോ. ഇനി 19ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുള്ളത് 2010 ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ 2010 ന്യൂഡൽഹി. പിന്നെ ഓരോ 4 വർഷം കൂടുമ്പോൾ അല്ലേ. അപ്പോൾ 2014 ഗ്ലാസ്കോ ആണ്, 2018 ഗോൾഡ് കോസ്റ്റ് ആണ്, 2022 നിങ്ങൾക്ക് അറിയാം ബിർമിംഗ്ഹാം ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ബിർമിംഗ്ഹാം ആണ്, നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നടക്കാൻ പോകുന്നത് 2026 നടക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഓഫ് വിക്ടോറിയയിലാണ്, അതായത് ഓസ്ട്രേലിയയിലാണ്. ഇനി കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുമ്പോണ്ടല്ലോ ഈ വെൽത്തുമായിട്ട് നമുക്കിവിടെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, വെൽത്ത്, സമ്പത്ത് അല്ലേ. അപ്പോൾ വെൽത്ത് ടണ്ണ് കണക്കിന് വെൽത്ത് ഉണ്ടെന്ന് ആലോചിക്കുക. ഒരുപാട് സമ്പത്തുണ്ട്, അതായത് ടണ്ണ് കണക്കിന് വെൽത്ത് ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ ഈ ടണ്ണാണ് നമ്മുടെ ഹാമിൽട്ടൺ. ഓക്കെ, കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നിട്ടുള്ളത് എവിടെയാണ്? ഹാമിൽട്ടണിലാണ്. വർഷം ഏതാ? നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ അതേ വർഷം കേട്ടോ, 1930. പിന്നെ അപ്പം അത് നമ്മൾ പഠിച്ചു, നമ്മൾ വെൽത്ത് വെച്ചിട്ട് അത് കണക്ഷൻ കൊടുത്തു കേട്ടോ. ഓക്കെ, ഇനി ബാക്കിയുള്ള വർഷങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ന്യൂ ഗ്ലാസ് ഗോൾഡ്. അപ്പോൾ നമ്മുടെ വെൽത്ത് എന്ന് പറയുമ്പോൾ കാശ്, വെൽത്തും ഗോൾഡുമായിട്ടൊക്കെ കണക്ട് ചെയ്തൂടെ. അപ്പോൾ നമ്മളൊരു പുതിയ ഗ്ലാസ് വാങ്ങിച്ച് ആ ഗ്ലാസിൻ്റെ കളർ എന്താണ്? ഗോൾഡ് കളറാണ്. ഓക്കെ, ന്യൂ ഗ്ലാസ് ഗോൾഡാണ്. ഇനി ഗോൾഡും ഗ്ലാസും തമ്മിൽ മാറിപ്പോവണ്ട. അപ്പോൾ അതിന് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ആൽഫബറ്റിക് ഓർഡറിലൊന്ന് ഓർത്താൽ മതി അല്ലേ. GLന് ശേഷമാണ് GO വരിക അല്ലേ. അപ്പോൾ ന്യൂ ഗ്ലാസ് ഗോൾഡ് കേട്ടോ, പുതിയ ഗ്ലാസ് ഗോൾഡ്. അപ്പോൾ വെൽത്തുമായിട്ട് നമ്മളവിടെ കണക്ഷൻ കൊടുത്തു ഗോൾഡ് വെച്ചിട്ട്. അപ്പോൾ ന്യൂ ആണ് നമ്മുടെ ന്യൂഡൽഹി, അത് കഴിഞ്ഞ് 4 വർഷം കഴിയുമ്പോൾ ഗ്ലാസ്കോ, അത് കഴിഞ്ഞിട്ടാണ് ഗോൾഡ് കോസ്റ്റ്. ഓക്കെ, 2022 നിങ്ങൾക്ക് അറിയാമല്ലോ ബിർമിംഗ്ഹാം ആണ് അല്ലേ. അതിന് ഞാൻ പ്രത്യേകിച്ച് കോഡൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ബിർമിംഗ്ഹാം ആണ്. പിന്നെ ലാസ്റ്റ് 2026 നടക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഓഫ് വിക്ടോറിയയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിക്ടറി ഒക്കെ വന്നു കഴിഞ്ഞാലല്ലേ നല്ല രീതിയിലൊക്കെ വെൽത്ത് കിട്ടുക. നമുക്ക് ജയമൊക്കെ വന്നു കഴിയുമ്പോഴാണ്, വിക്ടറി ഒക്കെ വന്നു കഴിയുമ്പോഴാണ് വെൽത്തൊക്കെ നന്നായിട്ട് കിട്ടുക എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വർഷം ഏതാ? 2026, ഇനി വരാൻ പോകുന്ന വർഷം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച് ഒന്നും കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുമ്പോൾ നടന്നിട്ടുള്ള വർഷം ഏതാ? നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ടുള്ള അതേ വർഷം തന്നെ 1930 ഓക്കെ, അതേപോലെ തന്നെ ആദ്യമായിട്ട് നടന്നിട്ടുള്ളത് ഹാമിൽട്ടണിലാണ്. ഓക്കെ, ഹാമിൽട്ടണിലാണ്. അപ്പോൾ നമ്മുടെ വെൽത്ത് വെച്ചിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു, ടണ്ണ് കണക്കിന് വെൽത്ത് ഉണ്ടെന്ന് ആലോചിച്ചു. പിന്നെ ജസ്റ്റ് ന്യൂ ഗ്ലാസ് ഗോൾഡ് എന്ന് ആലോചിച്ചു അല്ലേ. പുതിയ ഗ്ലാസ് ആണ്, ഗോൾഡിൻ്റെ ഗ്ലാസ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചു. 2022 ബിർമിംഗ്ഹാം ആണ്, 2026 വിക്ടോറിയ ആണ്, സ്റ്റേറ്റ് ഓഫ് വിക്ടോറിയ. വിക്ടറിയും വെൽത്തുമായിട്ടൊക്കെ ഒരു കണക്ഷൻ കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നിട്ടുള്ള എവിടെയാണ്? ഇന്ത്യയിലായിരുന്നു അല്ലേ, ന്യൂഡൽഹിയിൽ. വർഷം ഏതാ? 1951. പിന്നെ 1982 നടന്നിട്ടുണ്ട്, അതും ന്യൂഡൽഹിയിൽ തന്നെയാണ്. അപ്പോൾ 5 മാറിയിട്ട് 8, 1 മാറിയിട്ട് 2, അത് ഓർമ്മ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇന്ത്യ പോലെ തന്നെ ഇന്തോനേഷ്യ, അത് 2018 പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യ പോലെ തന്നെ ഇന്തോനേഷ്യ ആലോചിക്കാം. പിന്നെ എന്താ 4 വർഷത്തിന് ശേഷം എന്താ നമ്മുടെ കോഡ്? ഹായ് ഡോറ എന്നുള്ള കോഡായിരുന്നു. ഓർമ്മ കിട്ടുന്നുണ്ടോ? അടുത്തത് ഏതാ നമ്മൾ പഠിച്ചേ? ഫിഫ വേൾഡ് കപ്പ് പഠിച്ചു. ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുട്ബോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫുട്ബോളിൻ്റെ ഷേപ്പായിട്ടുള്ള ഒരു 0 തന്നെയാണ് അതിൻ്റെ വർഷം വരുന്നത്. 1930 30-നകത്തുള്ള 0 കേട്ടോ. എവിടെയാണ് നടന്നിട്ടുള്ള ആദ്യമായിട്ട്? ഉറുഗ്വേയിലാണ്. വിന്നേഴ്സ് ഉറുഗ്വേ ആണ്. ഓക്കെ, എങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നേ? അതായത് ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് നല്ല എനർജിയൊക്കെ വേണം അല്ലേ? അപ്പോൾ നമുക്ക് ബാർബിക്യൂ ഒക്കെ കഴിക്കണം എന്ന് ആലോചിക്കാം. അപ്പോൾ ബാർബിക്യൂവിൻ്റെ ഷോർട്ട് ഫോം എന്നുള്ള രീതിയിൽ BRQ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. BRQ. ഓക്കെ, അപ്പോൾ 2014 ബ്രസീൽ, 2018 റഷ്യ, 2022 ഖത്തർ. ഓരോ 4 വർഷം കൂടുമ്പോഴല്ലേ. അപ്പോൾ ഒരു BRQ വന്നു ആണ് നമ്മുടെ ഇംഗ്ലീഷിലെ കേം എന്ന് പറഞ്ഞാൽ C എന്ന് പറയുന്നത് കാനഡ, പിന്നെ A എന്ന് പറയുന്നത് അമേരിക്കയാണ്, ME എന്ന് പറയുന്നത് മെക്സിക്കോ ആണ്.